22 ഫീമെയിൽ കോട്ടയം കഴിഞ്ഞിട്ട് റിമയ്ക്ക് വന്നിട്ടുള്ളൊരു മാറ്റമുണ്ട്. അയ്യോ എൻ്റെ അമ്മ, ആ മൂവി എന്നെ ആകെ മൊത്തം വേറൊരു തലത്തിലേക്ക് ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ വുമൺ ഒക്കെ എന്നെ ഭയങ്കരമായി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഞാൻ ബിൽഡ് ചെയ്ത ഈ സ്പേസ് ഞാൻ ഇതിലൂടെ കടന്നു പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ അറിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഫേക്ക് ആവേണ്ടി വരും. സത്യത്തിൽ നിങ്ങൾ ആരാ? നിങ്ങളല്ലേ പറഞ്ഞ അക്കാഡമിക് ആയിട്ട് സംസാരിക്കണത്? ഇത് കാണിക്കുമ്പോൾ ഒരു കടിക്കുന്ന ജീവിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എല്ലാ സമയത്തും ഈ ജീവി കടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ സോഫ്റ്റായിട്ട്, ഭയങ്കര സോഫ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പേസിൽ ഇനിയും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ഉള്ളിൽ അതുണ്ട്. Of course, and I am waiting. I mean, I really hope. നമ്മളിത് ഈ പുറത്ത് കാണിക്കുന്നത് ഒരു ഫ്രണ്ട് ആണല്ലോ, ഒരു ഗാർഡും കൂടിയാണല്ലോ, ആൻഡ് നമ്മളെല്ലാവരും സെക്ഷൽ ബീയിങ്സ് ആണല്ലോ. അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അറിവുള്ളത് പറയണ കേൾക്കണ കേട്ടാ. ഈ അറിവുകളൊക്കെ നിങ്ങൾ ശേഖരിച്ച് വെക്കണം, എന്നിട്ട് ഇതൊക്കെ പ്രയോഗത്തിൽ വരുത്തണം. ഇല്ലെങ്കിൽ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ജീവിക്കേണ്ടി വരും. അവള് ജീവിതം മറന്നല്ല, നമ്മൾ സാക്രിഫൈസ് ചെയ്യാനല്ല ചെയ്യുന്നത്, എക്സ്പ്ലോറേഷൻ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് അതാണ്. സജിന്റെ എഴുത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന അവിടെ. അത് അമ്മേനെ കൊണ്ട് പറയിപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായ നീഡ്സ് ഉണ്ട്. അതും ഭയങ്കര ഇമ്പോർട്ടന്റ്. ഏറ്റവും അറിയാവുന്ന ദൈവങ്ങളാണ് നമ്മളെ അറിയുന്ന ദൈവങ്ങൾ എന്നാണ് എഴുത്ത്. അത് സൂപ്പർ ഡയലോഗ്. റിമ കല്ലിങ്ങലാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് റിമ. ഹലോ. ഒത്തിരി കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കാം. ഞാനും. ഋതു മുതല് അന്ന് ഋതു സമയത്ത് ശരിക്കും നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ചുണ്ട് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ അന്തം വിട്ടിരുന്നതാണ്. കാരണം അറിയാലോ, ഒരു മോഡേൺ ആയിട്ടുള്ള അർബൻ ഗേളിനെ അവതരിപ്പിക്കാന്ന് പറയുന്നത് റിമയുടെ ഒരു എന്താ പറയാ സ്ഥിരം ആർട്ടാണത്. അപ്പൊ അന്നത് കണ്ടിരുന്നപ്പോ തോന്നിയതാ, അത് ഞങ്ങൾക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു പെണ്ണാണ്. എൻ്റെ മനസ്സിലുള്ള ഇവള് ഭയങ്കര വലിയ ആളാണ്, നമുക്ക് നടക്കൂല ഈ പരിപാടി എന്നുള്ളൊരു സാധനം ഇല്ലേ. നമ്മൾ അങ്ങനെയാണല്ലോ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നമുക്കൊരു ആരാധനയുണ്ട് താനും, പക്ഷെ അടുത്ത് പോകാനുള്ള ധൈര്യം ഇല്ല. ആശുഷ് ഇംഗ്ലീഷൊക്കെ പറയുന്നൊരു പെണ്ണ് നടക്കൂല. അന്ന് മുതലുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ക്യാരക്ടറിനോടുള്ള കൊതിയുണ്ട്. അത് ശരിക്കും റിമയ്ക്കും കിട്ടുന്നുണ്ട്. അപ്പം അന്ന് മുതൽ കാണാൻ ആഗ്രഹിച്ചതാ. ഇപ്പോഴാണ് തിയേറ്റർ ഞാൻ കണ്ടു കേട്ടോ. തിയേറ്റർ കാണുന്ന സമയത്ത് മാറിയ ഇപ്പൊ അർബൻ ഗേൾ അല്ല, അതിനകത്ത് ശരിക്കും നാട്ടുമ്പുറമാണ്. അപ്പോൾ ഈ ബോൾഡ്നെസ് കാണിച്ച് മടുത്തു എന്ന് റിമ തന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ അൾട്രാ ബോൾഡാണ്, വേറെ രീതിയിലാണെന്നേ ഉള്ളൂ. ഇപ്പൊ കാണുന്ന അർബൻ ബോൾഡ് അല്ല, നാടൻ ബോൾഡ്. ഇപ്പൊ ശരിക്കും ആ തെങ്ങി കയറുന്ന സീനൊക്കെ റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്തതാണെന്ന് മനസ്സിലാക്കുമ്പോ നിങ്ങൾ കുറെ പണിയെടുത്തിട്ടുണ്ട്. പണി നല്ല, പക്ഷെ പണിയെടുക്കാൻ ഇഷ്ടമുള്ള ആളാ ഞാൻ. അതുകൊണ്ട് അതെനിക്കൊരു വിഷയമേ അല്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ. ലൈക്ക് പുതിയതായിട്ട് ചെയ്യാൻ കിട്ടുന്ന കാര്യങ്ങളോടും പുതിയ എക്സ്പീരിയൻസസിനോടും ചാലഞ്ചസിനോടും പുതിയത് വേണം എപ്പോഴും. ഇങ്ങനെ മൈൻഡ് ഓക്യുപ്പൈ ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ട് അതെനിക്ക് വെല്ലുവിളികൾ എപ്പോഴും ഇഷ്ടമാണ്. അതൊക്കെ ഞാനത് ടാക്കിൾ ചെയ്യാനും അതെങ്ങനെ ചെയ്യും എന്നുള്ള അതിൻ്റെ റിസർച്ചിലേക്കും അതിൻ്റെ പ്രിപ്പറേഷനിലേക്കും ഒക്കെ പോകുന്നത്, ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്രശ്നമേ അല്ല, അടിപൊളിയാണ്. അതെ, അതിനേക്കാളും ഇതിലെനിക്ക് പുതുമ എന്ന് പറയുന്നത് ഞാൻ എന്താണോ അതിൽ തന്നെ വീണ്ടും വീണ്ടും സ്റ്റീരിയോടൈപ്പ് ചെയ്യപ്പെടാതെ ലുക്ക് ഒരു ഞാൻ കാണുന്ന ലൈക്ക് ദ വേ യു ആർ ഡ്രസ്ഡ്, അല്ലെങ്കിൽ ലുക്ക് വൈസ് ആണെങ്കിലും അതിലത്തെ ചുറ്റുപാടുകളാണെങ്കിലും അതിലത്തെ റിലേഷൻഷിപ്സ് ഒക്കെ അവരെങ്ങനെ കാണുന്നു, അമ്മയെ എങ്ങനെ കാണുന്നു, ചുറ്റുമുള്ള മനുഷ്യരായിട്ട് എങ്ങനെ ഇടപഴകുന്നു, പിന്നെ ആളുകളായിട്ട് സംസാരിക്കാനൊക്കെ മടിയുള്ള, ഞാനല്ലാത്ത ഒരാളെ അവതരിപ്പിക്കാനാണ് എപ്പോഴും താല്പര്യം. മനസ്സിലായി. അതിനെ കുറിച്ച് ആദ്യം ഞാൻ പറയട്ടെ. അനിയന്തിൽ കാരണം എന്താ വെച്ചാല്, എനിക്ക് ആദ്യം സജിനോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് സജിൻ എൻഗേജ്ഡ് ആവുമെന്ന് വിചാരിച്ച ഒരു സ്പേസിലല്ല ശരിക്കും ഞാൻ എൻഗേജ്ഡ് ആയിരിക്കുന്നത്. അത് നിങ്ങളെ ആ ഒരു ചെറിയ ഇത് വന്നതിന് ശേഷം എങ്ങനെയെങ്കിലും ഇത് കൊണ്ടുപോകും, ഇവിടെ ഇട്ടുകൊണ്ടിരുന്നാൽ നടക്കൂല. എന്റെ മനസ്സ് പറയും ഇയാൾ എന്തിനാ ഇത്രയും ഹോൾഡ് ചെയ്യണം. അപ്പൊ ഞാൻ ആരോടാ പറയണെന്ന്, സജിനോടാ പറയണേ, ഇയാൾ എന്തിനാ ഇത്ര ഹോൾഡ് ചെയ്യണേ, ഇയാളെ കൊണ്ടുപോകും,
അപ്പൊ കൊണ്ടുപോകുന്നത് വരെ എന്റെ മനസ്സിനകത്ത് ടെൻഷൻ ഉണ്ട്. ടെൻഷനുണ്ട്. കാരണം അവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ. അപ്പൊ അറിവുള്ള ഒരാൾ വന്ന് പറഞ്ഞു തന്നാലേ പറ്റുള്ളൂ. അതെ അതെ അപ്പൊ നിങ്ങളാണെങ്കിൽ ഒക്കെ ഇതിനകത്ത് കിടക്കുക. അതെ. അപ്പം ഈ പെടയുന്നൊരു സാധനമുണ്ട്. കാരണം ഇതെന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, ഇതെന്താണെന്ന് നോക്കണമെങ്കിൽ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് എത്തണം. ആ ടെൻഷൻ ഇങ്ങനെ കയറി കയറി വന്നിട്ട് കൊണ്ടുപോകുന്ന തീരുമാനം എടുക്കാൻ വേണ്ടി അവരിങ്ങോട്ട് വരില്ലേ, ഞാനൊന്ന് സമാധാനം. അത് കഴിഞ്ഞിട്ട് സമാധാനമായെന്ന് വിചാരിച്ചതാ. പക്ഷെ അവിടെ നിന്നൊരു പോക്ക് പോയി. ആ പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല. കുറേ സമയത്തേക്ക് ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. കാരണം ഇതിൽ എൻ്റെ BP മാറുന്നുണ്ടായിരുന്നു. ഇത് വൈറസിന്റെ ചെറിയൊരു എലമെന്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ BP മാറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ചില സന്തോഷങ്ങളെ കിട്ടുമ്പോൾ എൻ്റെ മനസ്സിലൊരു ടെൻഷനുണ്ട്, ഞാൻ സത്യത്തിൽ സന്തോഷിക്കണോ? കാരണം എന്ന് വെച്ചാൽ ഈ കഥ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതല്ല കഥ. ഈ എപ്പിസോഡ് കഴിയുമ്പോൾ വേറെ എന്തോ വരാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത്, അയ്യോ ഇത്രയും ദൂരം എത്തിയില്ല. ഒരു 10 മിനിറ്റൊക്കെ ഞാൻ അറിയണുണ്ടായിരുന്നില്ല സിനിമയാണ് വാച്ച് ചെയ്യുന്നത്. പക്ഷെ ഇടയ്ക്ക് ഞാൻ സ്കിപ്പ് ചെയ്ത് പോകാൻ ശ്രമിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തിയേറ്ററിലല്ലല്ലോ ഞാൻ ഇരിക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അല്ല നിർത്തി വെച്ചാലോ, പ്രഷർ ഇത്രയും എടുക്കണോ, എന്താ സംഭവിക്കണെന്ന് നോക്കിയാലോ. അങ്ങനെയല്ല, അങ്ങനെ തോന്നി. നിർത്തി വെച്ചിട്ട് ചായ കുടിച്ചിട്ട് പിന്നെ തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ആ ടെൻഷൻ കുഴപ്പമില്ല, എന്തായാലും ഇത് കവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അവസാനം അത് റിക്കവർ ചെയ്ത് വരുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. അപ്പോൾ വിചാരിച്ചു ഓക്കെ ആയല്ലോ എന്ന് വിചാരിക്കില്ലേ ഒരു സാധനം. പക്ഷെ അവിടെ നിന്ന് പിന്നെയാണ് ഈ കൺഫ്യൂസ്ഡ് ആവുന്നത്. ശരിക്കും ഇതിന്റെ മേക്കിങ്, എഡിറ്റിങ് ഭയങ്കര രസമായിട്ട് പോയിട്ടുണ്ട്. മ്യൂസിക് ഞാൻ ഓൾറെഡി തന്നെ എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയി തോന്നി. ആ നാഗത്താന്മാരെ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പെർഫെക്റ്റ് സാധനം. കറക്റ്റായിട്ടും അതും അമ്മയുടെ ഫേസിൽ വരുമ്പോഴേ അത് പല സമയത്തും ആ ഒരു അവരുടെ വിശ്വാസം മുറുകെ പിടിച്ച് അന്നാ ഭയങ്കര ഹെൽപ്ലെസ് ആയി നിൽക്കുന്ന ആ ഒരു സ്പേസിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ദൈവത്തെ വിളിച്ചു പോകുന്നതും ഒക്കെ ആ ഒരു പോയിന്റിൽ നിന്നിട്ടാണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുടെ വിശ്വാസം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അവരുടെ ആ ഹെൽപ്ലെസ്നെസ് ഒന്നും അവർക്ക് സ്വന്തമായി എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ നിൽക്കുമ്പോഴാണല്ലോ ഇവർ ദൈവത്തെ വിളിക്കുന്നത്. അതെ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതിൽ. അത് കംപ്ലീറ്റ്ലി സരസമ്മയുടെ അവരോട് നമുക്ക് അല്ലാത്തപ്പോൾ പോലും, ഇപ്പോൾ ഞങ്ങൾ കട്ട് പറഞ്ഞിട്ട് മാറിയിരിക്കുമ്പോൾ പോലും ഒരു 80 വയസ്സായി അവർക്ക്. ഇത്രയും കാലമായിട്ട് ആർട്ടിസ്റ്റായിട്ട് ജീവിച്ചിട്ടുള്ള ഒരാളാണ്. അവരുടെ ഇന്നത്തെ ഒരു പല രീതിയിലുള്ള ലോൺലിനെസ്സുകളും ഇപ്പം ഞങ്ങളുടെ അടുത്ത് പറയും അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യ്. അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് അവർ നമ്മളെ കരുതുന്നതും ഒക്കെ ഒരു ഭയങ്കര രസമായിരുന്നു. അവരായിട്ടുള്ള ചെലവഴിച്ച ആ സമയവും അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞതും. അതും ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ഏത് കാലത്ത് തൊട്ടിട്ട് തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നത് അവർ. ഇറ്റ് വാസ് ഐ തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ബ്ലെസ്സിങ്. അത് സാധിച്ചു ഈ സിനിമയിലൂടെ എന്നുള്ളത്. മഴ നനഞ്ഞ് നിന്നിട്ട് പോണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ ആ പോണ്ട എന്നുള്ള തീരുമാനം നിങ്ങളിലേക്ക് വരുന്നപ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ലൂസ് ചെയ്യുന്നുണ്ട്. അതുവരെ ഇങ്ങനെ ആ ലൂസ് ചെയ്യുന്ന ആ സാധനം ഇല്ലേ, അത് കറക്റ്റ് മീറ്ററാണ്. അത് എങ്ങനെ പിടിച്ചോന്ന് എനിക്കറിഞ്ഞൂടാ. അടിപൊളിയായിരുന്നു അത്. അത് ശരിക്കും നമ്മളിങ്ങനെ കൺവിൻസ് ചെയ്ത് ഇത് നടക്കൂല എന്ന് മനസ്സിലാവുന്ന ഒരു പോയിന്റ് ആണ് അത്. എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, അവള് 2-3 പ്രാവശ്യം പറയുന്നുണ്ട് അമ്മേനെ കാര്യം അറിയാം, അമ്മേനെ സമ്മതിപ്പിക്കാൻ പാടാണ് എന്ന് നമ്മൾ 2-3 വട്ടം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് ശ്രമിക്കുകയാണ്, ബിക്കോസ് ഇതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ. അപ്പോൾ ഇവള് പിടിക്കുന്ന പോയിന്റ് വരെ കഴിഞ്ഞിട്ട് അത് വളരെ നാച്ചുറൽ ആയിട്ട് വന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, ഇത് നടക്കൂല. അവിടെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു എന്നെ. റീമ ചെയ്യും, ഇനി ഞാൻ സേഫ് ആയിട്ടിരിക്കാം എന്നുള്ള സാധനം. പക്ഷെ ആദ്യഘട്ടത്തിൽ ആ തെങ്ങിലൊക്കെ കയറുന്ന സമയത്ത് ഞാൻ കുറച്ച് മസിൽ പിടിച്ചിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതെങ്ങനെ കട്ട് ചെയ്യും, ഇത് ഒറിജിനലാണോ, നിങ്ങൾ ഡൂപ്പ് വെച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈഡ് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ആശ്വസിച്ചു. ഓക്കെ ഫൈൻ. ഞാൻ എന്നിട്ടും വിചാരിച്ചു ഇത് ഇവര് മെഷീൻ വെച്ച് കയറിയാൽ മതിയായിരുന്നല്ലേ. അപ്പം അത് ചിലപ്പോൾ ആ ഗ്രാമത്തിന് യോജിക്കണമെന്നില്ല. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ മേക്കിങ്ങും കൂടെ എന്റെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. നമ്മളിത് എങ്ങനെയെങ്കിലും കയറിയാ പോരല്ലോ. അപ്പൊ നിങ്ങൾ കയറി ഇറങ്ങുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു ടെക്നിക്കലി നിന്നു. പക്ഷെ നിങ്ങൾ ആ വള്ളത്തിന്റെ കരയില്ലേ, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലൂസായി ക്യാരക്ടേഴ്സിലേക്ക് പോയി. പിന്നെ നിങ്ങൾ ഇപ്പോ ആ ഗ്രാമത്തിന്റെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കുക, ഇപ്പൊ ഉടുപ്പഴിക്കുന്നതൊക്കെ നാച്ചുറൽ ആണ്. കാരണം നിങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ.
അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല. എന്നിട്ട് ആ കിണറിൻ്റെ അവിടെ വന്നിട്ടുള്ള കുളിക്കുന്നതിനകത്ത് ഞാനൊക്കെ ഈ സ്വപ്നത്തിൽ കഥകൾ വായിക്കില്ലേ പണ്ട്, ആ കഥകൾ വായിക്കുന്നതിൻ്റെ ഒരു വിഷ്വല് ഇങ്ങനെ കാണുന്ന ഒരു സുഖമുണ്ടല്ലോ. ഞാൻ സജിനോട് പറഞ്ഞു, സജിൻ ആ ഒരു സാധനമില്ലേ, അത് എനിക്ക് ഏറ്റവും എന്താ പറയുക എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. കാരണം നമ്മൾ പണ്ട് കഥയിൽ വായിച്ചിട്ടുള്ളൊരു വിഷ്വല് അതായിട്ട് നമുക്ക് തോന്നും. കാരണം ഇങ്ങനെ ഒരു സാധനം മലയാള സിനിമയിൽ ഇല്ലല്ലോ. ഇല്ല ഐ തിങ്ക് ഇറ്റ്സ് വെരി വെരി ന്യൂ. അങ്ങനെ നോക്കുമ്പോൾ പെണ്ണങ്ങനെ നിന്ന് കുളിക്കാന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും സിനിമയിലൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു, എന്നിട്ട് പോലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഇതിൽ ഉൾപ്പെടുത്തി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു രാത്രി വിഷ്വൽ എന്ന് പറയുന്ന ആ ലൈറ്റ് അത്രേ വീഴുള്ളൂ, അത്രയും ഷാഡോസ് ഉണ്ടാവും. നമ്മുടെ ഇമാജിനേഷനിലുണ്ട് അതല്ലേ. അപ്പൊ നിങ്ങളൊരു വേൾഡ് സിനിമയിൽ അഭിനയിച്ചതിന്റെ ഒരു സുഖമാണ്, അതിന്റെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടി. അത് ഭയങ്കര സുഖമുള്ള ഒരു പ്രോസസ്സാണ്. അതും ഈ പറയുന്ന പോലെ നമ്മൾ ആഗ്രഹിച്ച് വ്യത്യസ്തമായുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം നമ്മൾ പറയുന്നുണ്ട് കാലങ്ങളായിട്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ വളരെ അത്രയും ആളുകളുടെ നടുക്ക് ജീവിക്കുന്ന നമുക്ക് വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ജീവിക്കുന്ന ഒരാളുടെ ബോഡി ലാംഗ്വേജും അതിലുണ്ടാവുന്ന ഒരു എന്താ പറയുക ഒരു ഫ്രീനെസ്സും, ഇപ്പം അതിൽ ആ ബ്ലൗസും അതും ഇട്ടിട്ട് ഇങ്ങനെ ഒരു തോർത്തിങ്ങനെ കെട്ടിയിട്ടാണല്ലോ നടക്കുന്നത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ പണികൾ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വസ്ത്രം, കാണാനോ ജഡ്ജ് ചെയ്യാനോ ഒരു കമൻറ്റ് പറയാനോ ഒന്നും ആരുമില്ല എന്നുള്ള സ്പേസിൽ ഉണ്ടാവുന്ന ഒരു അത്രയും ഫ്രീ ആയിട്ടുള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജിലേക്കാണല്ലോ നമ്മൾ ഈ സിറ്റി ലൈഫിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതൊരു നല്ല അനുഭവമായിരുന്നു എനിക്ക്. ലൈക്കിനോ ആ ഒരു സ്പേസിൽ, ബിക്കോസ് എപ്പോഴും വാച്ച്ഡ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ നിന്ന് ആരുമില്ല എന്ന് സ്വയം വിശ്വസിച്ച് നടക്കുന്ന സമയങ്ങൾ ഭയങ്കര രസമായിരുന്നു. പക്ഷെ റീമയുടെ ഉള്ളിലേക്ക് റീമ എന്ത് ഇതാണ് കൊടുത്തത്, ക്യാരക്ടർ ആവാൻ പറ്റും, പക്ഷെ എങ്കിലും നമ്മൾ നമ്മുടെ മാനറിസംസ് ഒക്കെ നിയന്ത്രിക്കണം. ഒരു കൈ പോലും എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ എല്ലാം അർബൻ അപ്പൊ ചിരി പോലും അർബൻ ആണ്. അങ്ങനെയുള്ളൊരു സ്പേസിൽ നിന്നിട്ട് വളരെ സാധാരണമായിട്ട് സംസാരിക്കുക, അതുപോലെ കടയിൽ പോകുന്നതൊക്കെ നാച്ചുറൽ ആയിട്ട് നിങ്ങൾ നടക്കുമ്പോഴൊക്കെ നമുക്ക് ഇതുണ്ട്. കാരണം ഇത് റിമാ കല്ലിങ്കിലാണ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നീലത്താമരയിൽ ചെയ്തിട്ടുണ്ട്, ആ കുഞ്ഞു പെൺകുട്ടി എന്ന് പറയുന്ന ആ നാടൻ പെൺകുട്ടി എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ വളരെ പാടുള്ളൊരു പരിപാടിയാണ്. നിങ്ങൾ ഒന്നാമത് എക്സ്പോസ്ഡ് ആണ്. അതെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ശരിക്കും നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഇതാണ് നമ്മൾ. അപ്പൊ ഇതിന്റെ പുറത്തേക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും അഭിനയിക്കുകയാണ് എന്നുള്ള ഫീലിംഗ് ആളുകൾക്ക് വരാതിരിക്കണം എന്ന്. പക്ഷെ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ സ്പേസിൽ, ഈ മൊബൈൽ ഫോൺ എല്ലായിടത്തും ഉള്ള സ്പേസിൽ, ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥ, അതിൻ്റെ ഇടയിൽ നിന്നിട്ടാണല്ലോ നമ്മൾ അഭിനയിക്കുന്നത്. പക്ഷെ എന്നാൽ അതേ സമയത്ത് സ്ത്രീകൾക്കാണ് ഈ ഇത് കൂടുതലുള്ളത്. ഇപ്പം നമ്മൾ ഒരിക്കലും വേറെ ഒരു മെയിൽ ആക്ടേഴ്സിനെ നമ്മൾ അതേപോലെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു എനിക്ക്. സ്ത്രീകൾക്കാണ് ഇത് കൂടുതലും ആ ഒരു ജഡ്ജ്മെന്റ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിയാലിറ്റി ആയിട്ട് പൊരുത്തപ്പെട്ടല്ലേ പറ്റുള്ളൂ. നമ്മൾ അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നുണ്ട് ശരിക്കും. പക്ഷെ അഗെയിൻ ഇറ്റ് ഇസ് എ ചാലഞ്ച് അല്ലേ. അതിലല്ലേ രസമുള്ളൂ. നമ്മൾ ഈ ചെയ്യുന്നത് തന്നെ തിരിച്ചും മറിച്ചും ചെയ്ത് നമുക്ക് ഒരു ഓക്കെ നായിക എന്നുള്ളൊരു സ്പേസിൽ നിൽക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എന്താണെന്ന് എന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ. അപ്പോൾ ഇത് എനിക്ക് ഐ വാസ് സോ എന്താ പറയുക റിലീവ്ഡ് ആസ് എൻ ആർട്ടിസ്റ്റ് ദാറ്റ് ഓക്കെ ഇങ്ങനൊരു ക്യാരക്ടർ, ഓ ഫൈനലി സംതിങ് ഡിഫറെൻറ്റ്. പാളിയാലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഐ ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു ട്രൈ എന്നുള്ളത് എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. പിന്നെ അതിനകത്ത് ആ വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എനിക്കൊരു സീൻ എടുക്കാൻ തോന്നി. ഇപ്പൊ രതി നിർവേദത്തില് അവസാനം പാമ്പ് കടിച്ചാണ് അവളുടെ പാപഭാരം എന്ന് വെച്ചാൽ ആ പുരുഷനൊരു കുഴപ്പമുണ്ടായില്ല, ആ പെൺകുട്ടി ആ പാപഭാരം ഏറ്റെടുത്തു. അതും മാസ്റ്ററിന്റെ സിനിമയാണ്, രാജൻ സാറിന്റെ സിനിമയാണ്. അതിൽ ആ പെൺകുട്ടിയെ കൊല്ലേണ്ടി വന്നു എന്ന് പറയുന്നത് ഒരു ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര വിയോജിപ്പുള്ളൊരു സ്പേസ് ആണ്. അത് കാവ് തീണ്ടിയതിന്റെ ഫലവും കൂടെ ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ഈ കാവിനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അത് വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കാൻ വേണ്ടിയിട്ട് അമ്മ ആ സീനിൽ കാണിക്കുന്ന ഒരു ഈ റിയാക്ഷനും, എന്നിട്ട് അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, എന്താണ് ആ പെണ്ണുങ്ങൾ അവിടെ അനുഭവിക്കുന്നതെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ സജിനോട് പറഞ്ഞത് കുറച്ചുകൂടെ ഇൻറ്റൻസീവായിട്ട് ആ സീൻ പോലും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം ആ എക്സ്പ്ലോറേഷൻ അവിടെ
ആപ്റ്റാണ്. കാരണം അവിടെ വേറൊരാളില്ല. ഇല്ല. അപ്പോൾ എന്നാൽ ഈ പെൺകുട്ടി അമ്മയെ വിട്ടു പോകാൻ തയ്യാറാകാത്ത ഒരു പെൺകുട്ടിയാണ്. അതെ അത് ഭയങ്കര മാർക്കാണ്. എന്നാൽ അവൾ അവളുടെ ജീവിതം കണ്ടെത്താൻ മറക്കില്ല. ഇല്ല. അവൾ ജീവിതം മറന്നല്ല, നമ്മൾ സാക്രിഫൈസ് ചെയ്യല്ല ചെയ്യുന്നത്, എക്സ്പ്ലോറേഷൻ ആണ്. അതെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് അതാണ്. Yes, സജിന്റെ എഴുത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന അവിടെ. യെസ് യെസ്. അത് അമ്മേനെ കൊണ്ട് പറയിപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായ നീഡ്സ് ഉണ്ട് എന്നുള്ളത്. അതും ഭയങ്കര അത് ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും അറിയാവുന്ന ദൈവങ്ങളാണ് നമ്മളെ അറിയുന്ന ദൈവങ്ങളെന്നാണ് എഴുത്ത്. അതെ. അത് സൂപ്പർ ഡയലോഗ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ആ സ്വാതന്ത്ര്യത്തെ, അതായത് ഒരു പെണ്ണിന്റെ സ്വാതന്ത്ര്യം ശരിക്കും ഒരു പെണ്ണിനെ അത്രയും നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. കാരണം എന്താണോ സ്കേഴ്സിറ്റി എന്നുള്ളത് പലപ്പോഴും ഫെമിനിസ്റ്റുകളായ പുരുഷന്മാർക്ക് പോലും അറിയാൻ പറ്റണമെന്നില്ല. ആ സീനിനെ കുറിച്ചൊന്ന് വർത്താനം പറയും. ഇല്ല, എനിക്കത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു സ്പേസ് ആണ്. അത് എത്രത്തോളം നമുക്ക് ഇവിടെ വെളിപ്പെടുത്താൻ പറ്റുന്നുള്ളതും കൂടിയാണ് ഞാൻ ആലോചിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു രീതിയിലും ഈ പറയുന്ന പോലെ തടയിടുന്നില്ല, സാക്രിഫൈസ് ചെയ്യുന്നില്ല. അവളോട് തന്നെ 100% നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് അവൾ അവിടെ നിൽക്കുന്നത്. ഇപ്പൊ അമ്മയുടെ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോഴും അവൾ അതൊരു സാക്രിഫൈസ് ആയിട്ട് ചെയ്യുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. മീര അത് പൂർണ്ണമായി അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അമ്മയുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നത്. അത് അവളൊരു സാക്രിഫൈസ് ആയിട്ട് കാണുന്നു പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ മീരയെ മനസ്സിലാക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അതൊരു പ്രശ്നമാവുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവസാനം അമ്മ അത് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് പറയുന്ന പോയിന്റിൽ അവൾ അമ്മേനെ നോക്കുന്നതും ഓക്കെ ഷിന്യു ഇത്രയും അറിഞ്ഞിട്ട് തന്നെയാണ് എന്നുള്ളത് ഭയങ്കര ഇവൾക്കൊരു ആശ്വാസമാവുന്നതും ആ ബോണ്ടിന്, അതിന് അമ്മ മകൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെയറാണ്. അതുമല്ല മകൾക്ക് ആദ്യം അറിഞ്ഞൂടല്ലോ, പ്രേക്ഷകർക്കല്ലേ അറിയാവൂ. അതെ അതെ, അമ്മയ്ക്ക് അതാ ഞാൻ പറഞ്ഞത്. അത്രയും കാലമായിട്ട് അമ്മയ്ക്ക് അറിയായിരുന്നു. ആൻഡ് ഷീ അഗ്രീസ് ടു ഇറ്റ് എന്ന്, അതായത് എന്നെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഇപ്പൊ ഇവർ സാക്രിഫൈസ് ചെയ്യായിരുന്നു എന്ന് തന്നെ വിചാരിക്കും മീര ഇത്രയും കാലം. അതിനൊക്കെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ലവ് തന്നെയാണ് അമ്മ തിരിച്ചും കൊടുത്തുകൊണ്ടിരുന്നിരുന്നത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്ന ആ പോയിന്റിൽ. അത്രയും മനസ്സിലാക്കിയിട്ടാണ് അമ്മയും നിൽക്കുന്നത്. എന്നാ വെച്ചാൽ അത്രയും ട്രഡീഷണലും കൺവെൻഷനലും ഈ വിശ്വാസങ്ങളുടെ നടുക്ക് നിൽക്കുന്ന അമ്മയാണ് അത് പറയുന്നത്. അത് എനിക്കത് അവര് തമ്മിലുള്ള ആ അണ്ടർസ്റ്റാൻഡിങ്ങും, ഇവർ രണ്ടുപേരേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവർ ആ ലോകത്ത് ഇവർ മാത്രമേ ഉള്ളൂ. എല്ലാ രീതിയിലും കൊടുക്കൽ വാങ്ങലുകൾ ഇവർ തമ്മിൽ മാത്രമാണല്ലോ. എന്തൊരു ബോണ്ടാണ് ശരിക്കും അമ്മ മകൾ റിലേഷൻഷിപ്സ്. ഭയങ്കര സ്ട്രെയിൻഡും ഭയങ്കര ലെയേർഡും ഭയങ്കര ഒരുപാട് പല രീതിയിലുള്ള കോംപ്ലക്സസും ഉള്ള റിലേഷൻഷിപ്പാണല്ലോ അമ്മ മകൾ എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ ഏറ്റവും അടുത്ത മിത്രവും ഏറ്റവും അടുത്ത ശത്രുവും ആവുന്ന അവസരങ്ങൾ അവിടെ നിന്നാണ് അല്ലെ, റിബൽ ചെയ്ത് തുടങ്ങുന്ന. എന്നാ എന്നിട്ട് തിരിച്ച് കരഞ്ഞ് അങ്ങോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നതും. അപ്പൊ എനിക്ക് എപ്പോഴും അമ്മ മകൾ റിലേഷൻഷിപ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഞാൻ എൻ്റെ അമ്മയായിട്ടും അതെ, ഭയങ്കര ഏറ്റവും കൂടുതൽ ഇടികൾ ഉള്ളതും എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ മമതയുള്ളതും ഒക്കെ ലൈക്ക് അത്രയും അതിന്റെ ബാക്കിയാണല്ലോ എന്ന് ശരിക്കും തോന്നും ചില സമയത്ത്. നമുക്ക് ചില കാര്യങ്ങൾ വരുമ്പോഴേ കറക്റ്റ് അതിന്റെ ബാക്കിയാണ്. നമ്മൾ എത്രയൊക്കെ അമ്മേനെ കളിയാക്കിയാലും കുറ്റം പറഞ്ഞാലും അവസാനം വരുമ്പോൾ അതാ കണക്ഷൻ തന്നെയാണല്ലോ. അപ്പോൾ എനിക്കെപ്പോഴും അമ്മ ഡോട്ടർ റിലേഷൻഷിപ്സ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇൻ ദിസ് മീഡിയം എസ്പെഷ്യലി. സിനിമ ഇറങ്ങാത്തത് കൊണ്ട് തിയേറ്ററിൽ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട് അതിനെ പറ്റിയിട്ട്. കാരണം ചില കാര്യങ്ങൾ ഞാനും കുറച്ച് ശ്വാസം മുട്ടുന്നുണ്ട് ഇത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ 22 ഫീമെയിൽ കോട്ടയം അത് നമ്മുടെ ക്യാരക്ടറിനെ കൂടി മോൾഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ ചിലതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്കൊക്കെ അതിൽ പറയുന്ന ആശയങ്ങൾക്കൊക്കെ നമ്മൾ പിന്നീട് നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഏതെങ്കിലും പക്ഷം പിടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് കൃത്യമായി പറയേണ്ടി വരും. അപ്പോൾ അക്കാഡമിക്കലി സംസാരിക്കേണ്ടി വരുന്ന ഒരു സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ ക്യാരക്ടറിനെ ശരിക്കും പരുവപ്പെടുത്തും. 22 ഫീമെയിൽ കോട്ടയം കഴിഞ്ഞിട്ട് റിമയ്ക്ക് വന്നിട്ടുള്ളൊരു മാറ്റമുണ്ട്. അയ്യോ എൻ്റെ അമ്മ, ആ മൂവി എന്നെ ആകെ മൊത്തം വേറൊരു തലത്തിലേക്ക് ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ വുമൺ ഒക്കെ എന്നെ ഭയങ്കരമായി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പലപ്പോഴും ഈ റിമയുടെ ജീവിതം നോക്കിയാൽ തന്നെ ഈ കലയ്ക്കപ്പുറത്തേക്ക് നിന്നിട്ട് വർത്താനം പറയുന്ന ഒരു
ആളാണ്. അതിപ്പോൾ ദീദി ദാമോദരനെ പോലുള്ള ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിമ ശരിക്കും പഠിച്ചെടുക്കേണ്ട കാര്യമില്ല ഫെമിനിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അതായത് നാച്ചുറലി തന്നെ ഒരു ഫെമിനിസ്റ്റ് ആണ്. അതായത് ഇപ്പോൾ പാർവതിയൊക്കെ കുറച്ചുകൂടെ അക്കാഡമിക്കലി ഇതിനെ പഠിച്ചെടുക്കുമ്പോൾ അത് അങ്ങനെ അല്ലാതെ തന്നെ ചെയ്യാൻ റിമയ്ക്കൊരു മിടുക്കുണ്ട്. ഇല്ലെങ്കിൽ റിമ അങ്ങനെയാണ് എന്നാണ് ദീദിയൊക്കെ പറയുന്നത്. അതായത് ഉള്ളിൽ അങ്ങനെയാണ് എന്നുള്ളതാണ്. സത്യമായിട്ടും അങ്ങനെയാണ്. ഞാനത് പഠിച്ചെടുത്തിട്ടുള്ളതേ അല്ല. ഇന്ന് ഞാൻ അതിനൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ അതിനെങ്ങനെ ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്യണം എന്ന് ചിലപ്പോൾ ഞാൻ ഇന്നാവും പഠിച്ചിട്ടുള്ളത്. പക്ഷെ പണ്ട് മുതലേ ഞാൻ ഇങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ പറയുന്ന പോലെ എന്തുകൊണ്ട്, ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഇതിങ്ങനെയല്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ എന്നും ഉണ്ടായിരുന്നു. അത് ഒരു തെറ്റോ കുറ്റമോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടാവോ അങ്ങനെ ഞാൻ അതൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. നമ്മൾ വളരെ നാച്ചുറലായിട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സ്പേസിൽ. അതാണ് എൻ്റെ ട്രൂവസ്റ്റ് സെൽഫ്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ എനിക്കറിയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞില്ല 22 ഫീമെയിൽ കോട്ടയം കഴിയുമ്പോൾ നമ്മളിത് പറയേണ്ടി വരും. പറയുമ്പോൾ അക്കാഡമിക്കലി നമ്മൾ പഠിക്കണം. ഇപ്പൊ നമ്മൾ സമത്വം എന്ന് പറയുന്ന ഒരു വാക്ക് വെറുതെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാർക്സ് കടന്നു വരുമ്പോഴത്തേക്കും ഈ മാർക്സിസത്തെ കുറിച്ച് പിന്നെ നമ്മൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്താണെന്ന് പോയി പഠിക്കണം. അപ്പോൾ ഭയങ്കര പ്രോബ്ലം ആണ്. നമ്മൾ എന്താ വെച്ചാൽ ഇതെല്ലാം നമ്മൾ പഠിക്കണം, എന്നിട്ട് ഇത് വളരെ സമർത്ഥമായി ചർച്ചകളിൽ ഉപയോഗിക്കണം. ഇതിന്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം. ചിലപ്പോൾ അതിനകത്ത് നിന്നൊക്കെ നമ്മൾ മാറി സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ജേണി പറയൂ. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആളുകൾ, എൻ്റെ ഓഡിയൻസ് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നത് ആരാണെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ശ്രദ്ധ. എന്നെ കേൾക്കുന്നത് ആ സമയത്ത് എൻ്റെ പ്രായത്തിലുള്ളതോ അല്ലെങ്കിൽ എന്നേക്കാളും പ്രായം കുറഞ്ഞ പെൺകുട്ടികളോടും കൂടിയായിരുന്നു, ആൺകുട്ടികളോടും. പിന്നെ മേ ബി അമ്മമാര്, ആ ഗ്രൂപ്പ് ഓഫ് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നായിരുന്നു ഞാൻ അന്ന് ആക്ച്വലി ശ്രദ്ധിച്ചിരുന്നത്. എനിക്ക് എന്നെ ഒരു അക്കാഡമിക് സ്പേസിലോ ഒരു വാദം, ഒരു ഡിബേറ്റ് ചെയ്ത് ജയിക്കുന്നതിലോ എൻ്റെ ശ്രദ്ധ അതിലേ ആയിരുന്നില്ല. ഞാൻ വളർന്നു വരുമ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളുണ്ടല്ലോ, ആ ആളാവാൻ പറ്റുമോ എനിക്ക് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചിരുന്നത്. അതിനെനിക്ക് ഒരു ഡയബോളിക് എന്തിൻ്റെയും ആവശ്യം, ഒരു ലാംഗ്വേജിൻ്റെയും ആവശ്യമില്ലായിരുന്നു. ഞാൻ ട്രൂത്ത്ഫുൾ ആയി നിന്നാൽ മതിയായിരുന്നു. ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഇതാണ്, എനിക്ക് അപ്പം ഇതാണ് ഫീൽ ചെയ്തത്, അതിൽ ശരിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കേണ്ടവരല്ല നമ്മൾ. നമുക്കും നമ്മുടേതായ സെൽഫ് റെസ്പെക്റ്റും എസ്റ്റീമും ചേർത്ത് പിടിച്ച് ജീവിക്കാൻ ഇവിടെ സ്ഥലം ഉണ്ടാവണം. എനിക്ക് ഇത്രയും പറഞ്ഞാൽ മതി. അതിനെനിക്ക് വേറെ ഒരു അക്കാഡമിക് ലാംഗ്വേജിൻ്റെയും ആവശ്യം ഇന്നേ വരെ ആവശ്യം വന്നിട്ടില്ല. അതിന് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഒരു ആക്ടിവിസ്റ്റിനേക്കാളും അല്ലെങ്കിൽ ഒരു അക്കാഡമിക് സ്പേസിനേക്കാളും ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് ഞാൻ ആദ്യം എന്നെ കാണുന്നത്. അതിന് ഏറ്റവും ലളിതമായി, ഏറ്റവും സിമ്പിളായി എനിക്ക് പറയാനുള്ളത് എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓഡിയൻസിന് പോലും ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഏറ്റവും ലളിതമായി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നേ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ. എനിക്കതിന് വേറൊരു ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിട്ട് പുറത്തേക്ക് വരുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ റിമ പറയുന്നുണ്ടായിരുന്നു എനിക്കിന്നൊരു അവാർഡ് കിട്ടിയ ദിവസമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് സത്യത്തിൽ റിമയിൽ നിന്ന് അത് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരുപക്ഷെ പലരും വർത്താനം പറയാത്തതും ആർട്ടിസ്റ്റുകളൊക്കെ വർത്താനം പറയാത്തത് ഇതുകൊണ്ട് കൂടിയായിരിക്കും. വർത്താനം പറയുന്നവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് അവരോട് മാത്രം ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യും. അത് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മളൊരു കലാകാരിയാണ്. ഇപ്പോൾ കലയിലൂടെ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാനും ഒക്കെ ശ്രമിക്കും. പക്ഷെ അതൊരു തരത്തിലൊരു മാർസിയൻ കാഴ്ചപ്പാടാണ്. പക്ഷെ അതങ്ങനെ തന്നെ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അങ്ങനെയാണ് ആൾക്കാർ ധരിക്കുക. അത് നമ്മുടെ ഇടപെടലായിട്ട് തന്നെ കരുതും. പക്ഷെ ഇതിനകത്തുനിന്ന് മാറി നിന്നിട്ട് റീമ എന്ന് പറയുന്ന ഒരാള് ഉള്ളിലൊരു വളരെ ഹ്യൂമൻ ആയിട്ടുള്ള ഒരാളായിരിക്കും. സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ളൊരു സാധാരണക്കാരിയായിരിക്കും. പക്ഷേ ഈ നമ്മൾ WCCന് വേണ്ടി സംസാരിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മൾ തന്നെ ചിലപ്പോൾ ഒരു കളക്റ്റീവിനപ്പുറത്തേക്ക് ചില പൊസിഷൻസ് എടുക്കേണ്ടി വരും. എന്നിട്ട് നമ്മളെ ലീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കളക്റ്റീവ് അതാണെങ്കിൽ പോലും നമ്മൾ ലീഡിങ് പൊസിഷനിലേക്ക് പോവേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്യുപ്ഡ് ആവണ്ടേ, അക്കാഡമിക്കലി പഠിക്കണ്ടേ. അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് ഇത് ശരിയാണോ നമ്മൾ നിലപാടെന്ന് ചോദിക്കോ? അങ്ങനെ ചോദിച്ചിട്ടില്ല. ചോദിച്ചാലും എനിക്ക് കൃത്യമായ
ഉത്തരങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു കൃത്യമായ ഒരു സ്പെസിഫിക് ലാംഗ്വേജ് ആയിരിക്കോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഈ റിയാലിറ്റി, ഇന്നത്തെ ലോകത്തിന്റെ നടുക്ക് നിന്നുകൊണ്ട് സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന ചില പ്രിവിലേജുകളും ഉള്ള, വേറെ സ്പേസിൽ നോക്കുമ്പോൾ ഒട്ടും പ്രിവിലേജ് ഇല്ലാത്ത, ഇതിന്റെ നടുക്ക് ജീവിക്കുന്ന ഒരാളാണല്ലോ. ചെയ്യുന്നതെല്ലാം ശരിയായിട്ടും വന്നിട്ടില്ല, ഭവിച്ചിട്ടില്ല. അപ്പൊ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ ഇതിന് അക്കാഡമിക് ആയിട്ട് തന്നെ പഠിക്കണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ WCC വന്നതിന് ശേഷം അത് ഉണ്ടായിട്ടുണ്ട്. അതിന് ഇപ്പോൾ സജിത ചേച്ചിനെ പോലെ, ബീന പോളിനെ പോലെ, ദീദീനെ പോലെയുള്ള ആളുകളായിട്ടുള്ള ഇൻറ്ററാക്ഷൻ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടു ലുക്ക് അറ്റ്, ഇപ്പോൾ WCC ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഹൈറാർക്കിക്കലായിട്ടുള്ള ഒരു വർക്കിംഗ് മോഡൽ വേണ്ട എന്ന് പറയുമ്പോൾ, വേറെ ഒരു വർക്കിംഗ് മോഡൽ ഉണ്ട് എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നതും അറിയുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ഒരു ദീദി പറയുമ്പോഴാണ്. ദീദി വളരെ ക്ലിയർ ആയിരുന്നു, നമ്മൾ ഇത്രയും കാലം ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന അതേ സിസ്റ്റത്തിലാണോ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് നമ്മളും ചിന്തിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് എക്വിപ്പ് ചെയ്യാൻ ഈ സ്ത്രീകൾ ഞങ്ങളുടെ ലൈഫിൽ, ഇപ്പം ഈ ഒരു ദ ജനറേഷൻ ആഫ്റ്റർ ദെം, ഞാനെപ്പോഴും പറയും വി സ്റ്റാൻഡ് ഓൺ ദ ഷോൾഡേഴ്സ് എന്ന് കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. അങ്ങനെ ഒരു പഠനം വേണമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞങ്ങൾ ഇവിടെ ഇൻഡിവിജ്വൽസിനെ ടാർഗറ്റ് ചെയ്യാനല്ലല്ലോ നിൽക്കുന്നത്. നമ്മളിവിടെ അക്കാഡമിക് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനെ പഠിക്കണം, ഇവിടെ സിസ്റ്റമിക് ആയിട്ടൊരു ചേഞ്ച് വേണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ ഇൻഡിവിജ്വൽസിനെ ടാർഗറ്റ് ചെയ്ത് ഇയാളത് ചെയ്തു, അതല്ല നമ്മുടെ പ്രശ്നം. അത് പ്രശ്നമല്ല എന്നല്ല ഞാൻ പറയും. പക്ഷേ ഇതിൻ്റെ ഈ ഒരു സിസ്റ്റം, ഈ ഒരു സ്പേസ് മാറണം. അതിന് അക്കാഡമിക് ആയിട്ടുള്ള റിസർച്ച് വേണ്ടി വരും, സ്റ്റഡി വേണ്ടി വരും, അതിൻ്റെ പബ്ലിക്കേഷൻ വേണ്ടി വരും, ആളുകളിലേക്കുള്ള അവയർനെസ് വേണ്ടി വരും. അത് മൾട്ടി ലെവൽ ലെയേർഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ബിക്കോസ് WCC തുടങ്ങുമ്പോൾ ഞാൻ അടുത്ത ദിവസം എല്ലാം ശരിയാവും, ലൈക്ക് യുനോ ഇങ്ങനെ അതല്ല. സെഞ്ച്വറീസ് ഓഫ് കണ്ടീഷനിങ് ആണ്, സെഞ്ച്വറീസ് ഓഫ് സിസ്റ്റംസ് ആണ് നമ്മൾ അൺറാവൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. അവിടെ റിമ തന്നെ പറയുന്നുണ്ട്, ഇതിന്റെയൊക്കെ ഫലം ഞാൻ എടുക്കാതെ പോവില്ല എന്ന് പറയുന്നുണ്ട്. അതെ, ഞാൻ എടുക്കാതെ പോവില്ല. അപ്പൊ ഒരു ലോങ് പ്രോസസ്സിൽ എങ്ങനെ നമുക്ക് ഫലം കിട്ടുക? നിങ്ങൾ ഇത് സഫർ ചെയ്തു, നിങ്ങൾക്ക് ചിലപ്പോൾ പല ക്യാരക്ടേഴ്സും കിട്ടിയിട്ടുണ്ടാവില്ല, അത് കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ നോക്കൂ, ഞാൻ നിൽക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത്, ഞാൻ ബിൽഡ് ചെയ്ത ഈ സ്പേസ് ഞാൻ ഇതിലൂടെ കടന്നു പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഇന്ന് നിൽക്കുന്നത്, ഞാൻ ആരായിട്ടാണ് ഇന്ന് നിൽക്കുന്നത് എന്നുള്ളത്, ആസ് എ ഹ്യൂമൻ ബീയിങ് ഹു ഐ ആം ടുഡേ ഇസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ജേർണി. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് ഹർ. നോബഡി ക്യാൻ ടേക്ക് ദാറ്റ് അവേ ഫ്രം മീ. ഞാൻ ചെയ്യാത്ത സിനിമകൾ അവിടെ വെക്കട്ടെ, ചിലപ്പോൾ മേ ബി ശ്രീനിവാസൻ പറഞ്ഞ പോലെ അതായിരിക്കും മലയാള സിനിമയോടുള്ള എൻ്റെ സംഭാവന. പക്ഷെ ഞങ്ങളൊക്കെ പോലും, ഇപ്പൊ ഞാനൊക്കെ പോലും ഒരു ഗൊറില്ല വാർഫെയർ ആണ്, നേരിട്ട് വരാൻ താല്പര്യമില്ല. ഞാനൊരു എത്തീസ്റ്റ് ആണ്, പക്ഷെ ഞാനത് പറയാറില്ല. അപ്പം നിങ്ങളാണെങ്കിൽ ഇൻബിൽഡ് എത്തീസ്റ്റ് ആണെന്ന് പറഞ്ഞു നടക്കുന്നു. അപ്പൊ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള കറേജ് ഇല്ലാതെ നമ്മളിതേ എങ്ങനെയാണ് ഇത്രയും, ഇപ്പൊ റീമ നാച്ചുറലി ഫെമിനിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ, ഇത് എവിടെന്ന റീമയ്ക്ക് ഇത്രയും ഊർജ്ജം, ഇതെങ്ങനെ ഇതെല്ലാം നേരിടാനുള്ള പറ്റും, അതേ പൊട്ടത്തരം കാണിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം. അതെങ്ങനെയാ സാധിക്കുക എന്നുള്ളതാ. ഇത് എവിടെ നിന്നാണെന്നൊന്നും സത്യമായിട്ടും എനിക്കറിയില്ല കേട്ടോ. ഞാൻ സത്യമായിട്ടും എൻ്റെ ട്രൂവസ്റ്റ് സെൽഫായിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത്. ബിക്കോസ് അതാണ് എനിക്ക് ഏറ്റവും എളുപ്പം. എൻ്റെ മടിയാണ് ഇതിന് കാരണം എന്ന് എനിക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതൊരു വലിയ മാറാപ്പ് കെട്ടി ഇങ്ങനെ നടക്കണം, വേറൊരാളായി ഞാൻ സെറ്റ് ഇടണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ചില്ല് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണം, എനിക്ക് നല്ല സമാധാനം വേണം. അതിനു വേണ്ടി ആണ് ഞാൻ എല്ലാതും ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും ഇത് പറയാതിരിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതും എൻ്റെ സ്പിരിച്വൽ ആയിട്ടുള്ള, എൻ്റെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫ്ലോനെ കട്ട് ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇതാണ് എനിക്ക് എളുപ്പം. കാര്യങ്ങളൊക്കെ പറയുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതിനെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ ജീവിക്കുന്നുണ്ടോ ഉണ്ട്, നമ്മൾ നമ്മുടേതായ സ്പേസ് കണ്ടെത്തുന്നുണ്ടോ ഉണ്ട്, നമ്മുടെ മനുഷ്യരെ കണ്ടെത്തുന്നുണ്ടോ ഉണ്ട്. ഇതാണ് എൻ്റെ നാച്ചുറൽ ഫ്ലോ. എനിക്ക് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ അറിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഫേക്ക് ആവേണ്ടി വരും. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, പണിയാണെന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് അത്രയും പണിയെടുക്കണ്ട, എനിക്ക് സിമ്പിൾ എങ്ങനെ ജീവിച്ചാൽ മതി. പക്ഷെ ചില സ്ഥലത്തൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ റാണി പത്മിനിയിൽ നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന സമയത്ത് ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഇവർക്ക് ഇതിനെ ചൂസ് ചെയ്തതിന്റെ പിന്നിൽ ഇവരെ തന്നെ സംവിധായകൻ എടുത്തതായിരിക്കും. അപ്പൊ പിന്നെ ഒരു പാക്കേജ് ഡീലായിട്ട് നിങ്ങളുടെ ക്യാരക്ടേഴ്സിന് അതേപോലത്തെ
രണ്ടുപേരെ കിട്ടുക അതൊരു ഭയങ്കര ഒരു സൗഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആ ഡയലോഗ് പ്രസന്റ് ചെയ്താൽ മതിയല്ലോ. അത് ആ കാലഘട്ടമായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് പക്ഷെ റാണി പത്മിനി പോലും ഇന്നായിരുന്നെങ്കിൽ അതിന് ഇതിലും വേറൊരു സ്പേസ് കിട്ടിയേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേ അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. ഞാൻ ചെയ്ത മിക്ക പടങ്ങളും വേ അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഋതു ആണെങ്കിൽ പോലും ഈവൻ 22FK, ബട്ട് അറ്റ്ലീസ്റ്റ് അത് വെൽ റിസീവ്ഡ് ആയിരുന്നു. പക്ഷെ അതുപോലും ആ സമയത്ത് ഇവിടെ ഭയങ്കര ഷോക്ക് വേവ്സ് ആയിരുന്നല്ലോ. സിറ്റി ഓഫ് ഗോഡ് വാസ് വേ ahead of its വേറെ സാധനം. അത് ഇന്നും അത് ചിലപ്പോ ആയിട്ടില്ല. അതിന്റെ എഡിറ്റിംഗ് പാറ്റേണും അതിന്റെ ഒരു പാരലൽ സ്റ്റോറി നറേറ്റീവ്സും വേൾഡ് സിനിമയിലുണ്ട്. പക്ഷെ നമ്മുടെ സിനിമയിൽ അത് പുതിയ കാഴ്ചയായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എന്തൊരു ഭാഗ്യമാണ്. ഞാൻ ചെയ്തിട്ടുള്ള പല മൂവീസും അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം ചെയ്യുന്നു, അതെന്തൊരു എക്സ്പെരിമെന്റ് ആണ്. അതിന്റെ ഭാഗമാവാൻ കഴിയുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആഭാസം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. എനിക്കതെല്ലാം അപ്പൊ എന്നെ വേറെ രീതിയിൽ ഇൻട്രസ്റ്റ് ചെയ്യിക്കുന്ന, എന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടുന്ന, എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന, അതൊക്കെ എനിക്ക് വേറെ രീതിയിൽ ഇഷ്ടമാണ്. ലൈക്ക് വേറെ രീതിയിൽ അതൊരു ഗ്രോത്ത് ആണല്ലോ. നമ്മൾ വേറെ മനുഷ്യരെ കാണുന്നു, വേറെ പെർസ്പെക്റ്റീവ്സ് സംസാരിക്കുന്നു, ഇടികൂടുന്നു ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് എന്നാണ് ഞാൻ എപ്പോഴും അതിനെ ഞാൻ വേറെ രീതിയിലാണ് കാണുന്നത്. ആ ഡിസ്കംഫർട്ടിനെ, ഗ്രീഫിനെ എല്ലാം ഗ്രോത്ത് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്സ്ട്രീം ആയിട്ടുള്ള എല്ലാ ഇമോഷൻസിനെയും ഇത് കാണിക്കുമ്പോൾ ഒരു കടിക്കുന്ന ജീവിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എല്ലാ സമയത്തും ഈ ജീവി കടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അങ്ങനെ ഒരു ഇല്ല. വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ അയ്യോ എൻ്റെ അമ്മോ ഞാൻ നിലത്തൊക്കെ കിടന്ന് മറ്റേ ഡെഫിനറ്റ് ആയിട്ട് അങ്ങനെ ഒരു സൈഡ്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒരു ആർട്ടിസ്റ്റായിട്ട് നിലനിൽക്കുന്നത് എല്ലാതും അത്രയും ഇൻറ്റൻസ് ആയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഡെപ്തിലേക്ക് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് എന്താണെങ്കിലും ഇപ്പൊ ഹേറ്റ്രഡ് ആണ്, ജെലസിയാണ്, വിഷമമാണ്, ദേഷ്യമാണ്, അറപ്പാണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ എക്സിസ്റ്റൻസിന്റെ തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഈ ഇമോഷൻസ് ആണല്ലോ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് ആസ് ഹ്യൂമൻ ബീയിങ്. അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ഇമോഷൻസ്, ദീസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അതിനെ എനിക്ക് എല്ലാ ഡെപ്തിലും എക്സ്പീരിയൻസ് ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ ഓബ്വിയസ്ലി ഐ ഹാവ് ദാറ്റ് സൈഡ്. എൻ്റെ വളരെ ഈവിൾ ആയിട്ടുള്ള, മറ്റേ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള, ഇൻസെക്യൂരിറ്റീസ് ഉള്ള, കോംപ്ലെക്സ് ആയ നമുക്ക് തന്നെ ഞാനിപ്പോൾ അത് ചെയ്തോ, ഡിഡ് ഐ ജസ്റ്റ് ഡൂ ദാറ്റ്, ഞാനെന്താ അങ്ങനെ ചെയ്തേ, ഞാനെന്താ അങ്ങനെ പറഞ്ഞേ എന്ന് പോലും എനിക്ക് എന്നെ തന്നെ മനസ്സിലാവാത്ത എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിച്ച് ഇസ് ബ്യൂട്ടിഫുൾ ഐ ഫീൽ. ബിക്കോസ് അത്രയും സ്പോണ്ടേനിയസ് ആയി, അത്രയും റിയൽ ആയിട്ട് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അതും ചെയ്യാൻ പറ്റണമല്ലോ നമുക്ക്. അത് അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സോഫ്റ്റായിട്ട്, ഭയങ്കര സോഫ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പേസിൽ ഇനിയും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ഉള്ളിൽ അതുണ്ട്. ഓഫ് കോഴ്സ്. ആൻഡ് ഐ എം വെയിറ്റിംഗ്. ഐ മീൻ ഐ റിയലി ഹോപ്പ്. നമ്മളിത് ഈ പുറത്ത് കാണിക്കുന്നത് ഒരു ഫ്രണ്ട് ആണല്ലോ, ഒരു ഗാർഡും കൂടിയാണല്ലോ. അതായത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വളരെ വൾണറബിൾ ആണ്. ബിക്കോസ് വൾണറബിലിറ്റീസ് ഒട്ടും വർക്കാവാത്ത ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മുടെ വീക്ക്നെസ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഈ ഗാർഡും ഇതെല്ലാം. എനിക്ക് ഇതൊന്നും താല്പര്യമില്ല. എനിക്ക് ഞാനായിട്ട് എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ ഒരു മടിയുമില്ല. നമ്മൾ പോകുന്ന ഒരു സ്പേസിൽ ഓക്കെ ഇത്രയും ഇവിടെ കാണിച്ചാൽ മതി എന്നുള്ള സ്പേസിൽ നമ്മൾ മാറി. പക്ഷെ നമ്മുടേതായ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നേക്കഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് 25 വയസ്സായിരുന്നു ഋതു ചെയ്യുന്ന സമയത്ത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു 10-23 വയസ്സിന്റെ ഒരു മനസ്സാണ്. മനസ്സവിടെ തന്നെ. അതെ, അവിടെ തന്നെ നിൽക്കുകയാണ്. എനിക്ക് സംസാരിക്കുമ്പോഴേ ഇപ്പൊ നമ്മൾ വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ് സംസാരിക്കണേ. പക്ഷെ നിങ്ങളുടെ സംസാരത്തിന്റെ മാനേഴ്സും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു ചെറിയ പെണ്ണ് നമ്മുടെ മുമ്പിൽ ഇരുന്ന് വർത്താനം പറയുന്നില്ലേ, ബോൾഡായിട്ട് മറ്റേ ഹാർഡായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല എനിക്ക്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിലൊക്കെ അതൊക്കെ ഉണ്ട്, ഉത്തരത്തിലും അതൊക്കെ ഉണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്ന ആ ഋതുവിൽ വരുന്ന ആ ചെറിയ പെണ്ണില്ലേ, അയാൾ വർത്താനം പറയുന്നത് തന്നെ. എൻ്റെ കൂടെ ഒരു പ്രശ്നം ഉണ്ടാവും, ഞാൻ പിന്നീടുള്ള ക്യാരക്ടേഴ്സ് ഇവിടെ വിട്ടിട്ടില്ല. ബാക്കിയൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു, അത് ക്യാരക്ടേഴ്സ് ആയിട്ട് കണ്ടു. പക്ഷെ നിങ്ങൾ അന്ന് കണ്ടത് അതിനകത്തായതുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ ഫീൽ അതുണ്ട്. ചില സമയത്തൊക്കെ അങ്ങനെയുണ്ട്. ഈ ആക്ടിവിസ്റ്റ് ആവുമ്പോൾ ഒരു പ്രോബ്ലം ഇത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓവർ ചിലപ്പോൾ നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. സാധാരണ ഒരു ആർട്ടിസ്റ്റ്
എക്സ്പോസ്ഡ് ആവാത്ത ഒരു ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് നമ്മൾ അതൊരു സ്ട്രെയിൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴും. ഉണ്ട്. അതായത് ആളുകൾക്ക് ഇവർ ആക്സെപ്റ്റ് ചെയ്യോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് എനിക്ക് ഈ ഒരു സോഫ്റ്റ് സൈഡ് ഉണ്ട് എന്നുള്ളത് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ അവരത്, പക്ഷേ അഗൈൻ നമ്മൾ ഏറ്റവും ട്രൂത്ത്ഫുൾ ആയി നിൽക്കുക എന്നുള്ളത് മാത്രമേ അതിന് വഴിയുള്ളൂ. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് വിശ്വസിക്കുന്ന പോയിന്റിൽ നിന്നാണല്ലോ, ആ വിശ്വാസമാണല്ലോ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മീ ബീങ് ട്രൂത്ത്ഫുൾ ടു മൈസെൽഫ് ഇസ് ദി ഓൺലി വേ ഔട്ട്. ഞാൻ ഏറ്റവും സത്യസന്ധമായും ട്രൂത്ത്ഫുള്ളായി നിലകൊള്ളുക എന്നുള്ളത് എൻ്റെ തന്നെ ഏറ്റവും വലിയ ആവശ്യമാണ്. നമ്മുടെ തന്നെ ആശയങ്ങൾ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നത് പറച്ചിലൂടെ മാത്രമായിരിക്കില്ല. പല സ്ഥലത്തിലും നമ്മൾ ചിലപ്പോൾ കഥ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതുമായിട്ട് യോജിക്കുന്ന കഥകളായിരിക്കും സെലക്ട് ചെയ്യുക. പക്ഷെ സിനിമയെ ചിലപ്പോഴൊക്കെ വ്യവസായമായിട്ട് കാണേണ്ടി വരും. അപ്പം നമ്മൾ അതല്ലാത്ത സിനിമകൾ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പം ഇതിലെവിടെയാണ് അത് കൃത്യമായ നിലപാടെടുത്തിട്ട് നിൽക്കുകയാണോ, അതേ നമ്മളൊരു വ്യവസായത്തിന്റെ കൂടെ ഒരു 5 ചെയ്യുമ്പോൾ ഒരെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും എനിക്കുണ്ട് ഇപ്പോൾ 10 ആശയം നടപ്പാക്കണം, ഒരെണ്ണെ നടപ്പാക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാവും. ഒരെണ്ണം വെച്ചിട്ട് നമ്മൾ ജീവിച്ചു പോകും. പക്ഷെ അത് കൃത്യമായിട്ട് നടപ്പാക്കണമെന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ് ഉണ്ടോ തലക്ക്? നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടായിരിക്കും, ആഷിക്കിന് വേറെയാണ്, ഡെഫിനറ്റ്ലി വേറെയാണ്. പിന്നെ അവനിരിക്കുന്ന സ്പേസിലും അല്ലല്ലോ ഞാനുള്ളത്. വി ആർ വെരി ഡിഫറെന്റ് പീപ്പിൾ ആൻഡ് ഇൻ ഡിഫറെന്റ് പൊസിഷൻസ്. അതൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഡയറക്ടർ ആയിട്ടിരിക്കുന്ന പോലെ അല്ലല്ലോ ഒരു ആക്ടർ ആയിട്ടിരിക്കുമ്പോൾ. ബിക്കോസ് നമ്മുടെ ഒരു കരിയർ ഇസ് ഡിസൈൻഡ് ആൻഡ് നമുക്ക് ഇങ്ങോട്ട് വരണം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പവർ പൊസിഷനിലല്ല നമ്മൾ ഇരിക്കുന്നത്. ഒരു മെയിൽ ആക്ടറിന് അങ്ങനെയല്ല. ലൈക്ക് ദേ കൻ ഡിസൈൻ പ്രൊജക്ട്സ് അറൌണ്ട് ദെയർ ഡേറ്റ്സ്. അങ്ങനത്തെ ഒരു പവർ നമുക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ തരുന്നില്ല അവർ. വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ആ ഇൻഡസ്ട്രി കുറച്ചും കൂടെ പാകപ്പെട്ട് വരണം ആ സ്പേസിലേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ ഇതുവരെ എനിക്ക് എടുക്കേണ്ട വന്നിട്ടില്ല. അത് എൻ്റെ മാത്രം ഗുണമല്ല. എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിലേക്ക് വരുന്ന ഒരു സമയം ഒരു ചേഞ്ചിൻ്റെ സമയമായിരുന്നു. ലൈക്ക് ഇപ്പം ഞാൻ പറയുന്നു ഋതു, നിദ്ര, 22 FK. ആ സമയത്ത് തന്നെയാണ് സമീർ താഹിറിന്റെ, വിനീത് ശ്രീനിവാസൻ, രമ്യ നമ്പീഷൻ, ഫഹദ് ഫാസിൽ പടം വന്ന ചാപ്പാക്കുരിശ്. അങ്ങനെ ഭയങ്കര എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഭയങ്കര എന്താ പറയാ പുതിയ നറേഷൻസും പുതിയ കാഴ്ചപ്പാടുകളും കൊണ്ടുവന്ന സിനിമകളും കൂടിയുള്ള സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എൻ്റെ കമേഴ്ഷ്യൽ സക്സസും കൂടിയാണ്. എല്ലാം ഒത്തു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര അങ്ങനെ ഭാഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നതും. അത് കഴിഞ്ഞ് ആക്ച്വലി ആ ഒരു സിനിമയുടെ കാലഘട്ടം മാറി. ഇപ്പോൾ കോവിഡ് വന്നു, ഫ്ലഡ് വന്നു, അതിനുശേഷം സിനിമയുടെ സ്വഭാവം മാറിയിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം ഇനിയാണ് ഞങ്ങൾക്ക് പണി എന്നാണ് തോന്നുന്നത്. ഇനിയാണ് എനിക്കും ലൈക്ക് ഓൾ ദോസ് ഫിലിം മേക്കേഴ്സ് ഓഫ് ദ ലാസ്റ്റ് ഒരു ഡെക്കേഡിന് അവർ നിലകൊണ്ടിരുന്ന സമയത്ത് നിന്ന് വീണ്ടും മാറി സിനിമ. ഇപ്പം വേറൊരു സ്പേസിലേക്ക് എത്തിയിട്ട് നിൽക്കുവാണ്. ഇനിയാണ് നമ്മൾ തന്നെ പുതുക്കേണ്ടതും അപ്ഗ്രേഡ് ചെയ്യേണ്ടതും വായിക്കേണ്ടതും ജെൻസീനെ നോക്കി കാണേണ്ടതും അവരെങ്ങോട്ടാണ് പോകുന്നതെന്നും ഒക്കെ. ലൈക്ക് ഇനിയാണ് എനിക്ക് പണി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, റാദർ ദാൻ അന്ന്. അതിലൊരു കാര്യം കൂടെ ഉള്ളത്, നമ്മൾ ഇതിനകത്തൊക്കെ ഒരു ക്രേസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഒരു രസമൊക്കെ കിട്ടും, ഒരു ഓർഗാസമൊക്കെ കിട്ടും. പക്ഷേ എങ്കിലും നമ്മുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്, ബിസിനസ്സാണ്, ഇത് രണ്ടും കൂടെയാണ് നമ്മൾ. അത് ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ പല ബുദ്ധികളുണ്ടാവും, നമ്മളെ പോലെ തന്നെ വേറെ ആൾക്കാരും ഉണ്ടാവും. പക്ഷേ കോമ്പറ്റ് ചെയ്ത് നമ്മളും അതിൽ നിൽക്കുകയും വേണം. ഇതൊരു വല്ലാത്തൊരു സാധനമാണ്. അതെ, വല്ലാത്തൊരു സാധനമാണ്. ഞാൻ ആ കോമ്പറ്റീഷൻ അധികം പിടിക്കാറില്ല. ഇഫ് യു ഹാവ് നോട്ടിസ്ഡ് ലൈക്ക് ഞാൻ അങ്ങനെ ഒരു, പിന്നെ എന്താ വെച്ചാൽ ഈ എനിക്ക് മാമാങ്കം എന്നുള്ളൊരു സ്പേസ് ഉള്ളത് എനിക്കൊരു വലിയ ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് ആണ്. പിന്നെ എൻ്റെ ചുറ്റും തകർത്ത ഒരു സൈഡിൽ കൂടെ പോകും. അതെ, അത് ഭയങ്കര ഒരു ആ ഫ്ലോ ഓഫ് എനർജി അവിടെ കിട്ടുന്നത് കാരണം എൻ്റെ പകുതി പ്രശ്നങ്ങൾ ഇനി വേറെ ഒന്നിനും സമയമില്ല. അത്രയും എഫേർട്ടല്ല, അത്രയും നമ്മുടെ അറ്റൻഷനും എനർജിയും നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട്. അതുകൊണ്ട് അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ സ്പേസ് ഒരു സൈഡിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് അധികം കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യം വരാറില്ല എന്നുള്ളതാണ് ഒന്ന്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ് ഈസ് എ ബിസിനസ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അത് പക്ഷേ സിനിമ ഇപ്പോൾ 22 FK പോലത്തെ ഒരു സിനിമ ചെയ്തിട്ടും കാശുണ്ടാക്കാൻ പറ്റും. ലോക പോലത്തെ സിനിമ ചെയ്തിട്ടും കാശുണ്ടാക്കാൻ പറ്റും. നമുക്ക് കൃത്യമായി പറയേണ്ടത് പറഞ്ഞുകൊണ്ടും ഇവിടെ ഇൻഡസ്ട്രിയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റും. ഇറ്റ് മൈറ്റ് ബി മച്ച് മോർ ഡിഫിക്കൽട്ട്. പക്ഷെ മേ ബി ദാറ്റ് ഇസ് വൈ വി ആർ ഡിഫറെൻറ്റ്, റൈറ്റ്? ആസ് ആർട്ടിസ്റ്റ്, ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മളെ ആളുകൾ
വ്യത്യസ്തരാണെന്ന് പറയുന്നതും അല്ലെങ്കിൽ അവർ നമ്മളെ എന്തോ ഒരു കണക്ഷൻ അവർക്ക് നമ്മളോട് ഫീൽ ചെയ്യുന്നതും ആ സ്പേസിൽ നിൽക്കുന്നത് കൊണ്ടാണല്ലോ. എനിക്ക് അവിടെ നിൽക്കണം എന്ന് തന്നെ ആഗ്രഹം. അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ഒറ്റപ്പെടുത്തലുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അറ്റാക്സ് ഉണ്ട്. പക്ഷെ അവിടെ നിൽക്കേ നിവൃത്തിയുള്ളൂ. അവിടെ നിന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ട്രൂവസ്റ്റ് സെൻസിൽ നിന്നും ഞാൻ അത് മാറിപ്പോവും. അപ്പൊ അവിടെ നിൽക്കുക എനിക്ക് എളുപ്പം വിത്ത് ഓൾ ഓഫ് ദിസ്. അവിടെ നിൽക്കുമ്പോഴും ഈ പഴയ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സങ്കല്പം വെച്ച് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അത് ചുറ്റുപാട് നിൽക്കുന്ന കുറേ പേരെ സംരക്ഷിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ അവർക്കൂടെ നമ്മൾ കാണിക്കേണ്ടതുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പ്രഷേഡായിട്ട് നിൽക്കുമോ? ഇല്ല ഇല്ല, എനിക്ക് തോന്നുന്നു ആരും സംരക്ഷിക്കേണ്ട കാര്യം സംരക്ഷിക്കാനൊന്നും നമ്മൾക്ക് അതിനുള്ള ത്രാണിയൊന്നും എനിക്ക് അതല്ല. പക്ഷെ കൂടെ പിടിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. ഒരുമിച്ച് നിൽക്കണം, കൈവിടരുത്. ആ കളക്റ്റീവ് എനർജിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരുമിച്ച് വളരാൻ പറ്റും, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ആരും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ സ്പേസിലേക്ക് നമ്മൾ പോവരുത്, നമ്മളൊരു സേവിയർ സ്പേസിലേക്ക് പോവരുത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതെപ്പോഴും ബാക്ക് ഫയർ ചെയ്തിട്ടേ ഉള്ളൂ. ബിക്കോസ് ഓൺലി യു ക്യാൻ സേവ് യുവർ സെൽഫ്. നമ്മൾക്കേ നമ്മളെ തന്നെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാൾ വന്ന് സേവ് ചെയ്യും എന്നുള്ള കോൺസെപ്റ്റേ റോങ് ആണ്. ഐ മീൻ അത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. We have to figure it out on ourselves. So I think everybody deserves that journey of figuring themselves out. സത്യത്തിൽ നിങ്ങൾ ആരാ? നിങ്ങളല്ലേ പറഞ്ഞ അക്കാഡമിക് ആയിട്ട് സംസാരിക്കണത്? ഓക്കെയാണ്. അല്ല, പക്ഷെ എങ്കിലും ഞാൻ സെർച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതേ, ഈ നിങ്ങൾ വർത്താനം പറയുന്നുണ്ട് ഒരു സൈഡിൽ, പല ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം പറയുന്നുണ്ട്. അപ്പം ഞാൻ എത്താൻ ശ്രമിക്കുകയാണ്, ഞാൻ നിങ്ങളാവാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നിങ്ങൾ പിടിതരുന്നില്ല. എവിടെയാണ് നിങ്ങൾ ആ തീരുമാനം എടുക്കുന്നത്, എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ കളിയല്ല, വലിയ കളിയാണ്, സ്ട്രെസ് ഉണ്ടാക്കുന്ന കളിയാണ്. അപ്പം ഈ സ്ട്രെസ് മാനേജ് ചെയ്യും വേണം. ബിസിനസ്സാണ്. സത്യമായിട്ട് ഞാനത് അതിനത്രയധികം തോട്ട് ഞാൻ കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാ അറിയോ? ഇതെന്റെ കൺട്രോളിലല്ല. സത്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ മൈ കൺട്രോൾ. ഞാനിത് ഒരുപാട് ആലോചിച്ച് വിഷമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇത് സിനിമ, നമ്മൾ ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്ത് നിൽക്കുന്നു, നമ്മളെ പല രീതിയിൽ പെട്ടെന്നൊരു ദിവസമാണ് ഇത് ഇല്ലാതെയാവുന്നത്. നമ്മൾ വിഷമിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും ഒട്ടും അതിനെക്കൂടി ബോധേഡ് ആയിരുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ യു ഗെറ്റ് ബോർഡ് ഓഫ് യുവർ ബുൾഷിറ്റ് എന്ന് പറയില്ലേ, ആ വിക്ടിമൈസേഷനും നമ്മളെന്തോ you get bored of it and you're like, no, that is not the way out of this. And you realize that one day ശരിക്കും one day ആണത് റിയലൈസ് ചെയ്യുക. കുറേ കാലം ഇത് ആലോചിച്ചിട്ട് ഒരു ദിവസം നമുക്ക് ഇതിന് മറ്റേ നമ്മളെ തന്നെ വിളിച്ചിട്ട് we have to get bored of our bullshit and we have to start anew എന്ന് ഞാൻ സത്യമായിട്ടും വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ കൺട്രോൾ ഇല്ലാത്ത സാധനത്തിനെ കുറിച്ച് ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കാണ്, എനിക്ക് കൺട്രോളുള്ള വേറെ ക്രിയേറ്റീവ് സ്പേസ് ആണ് മാമാങ്കം. ഞാൻ വിചാരിച്ച അവിടെ കാര്യങ്ങൾ നടക്കും. എനിക്ക് ക്രിയേറ്റീവ് ആയാൽ മതി, എനിക്ക് ഒരു ആർട്ടിസ്റ്റായി നിലകൊണ്ടാൽ മതി. അതിന് എനിക്കൊരു ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് വേണം. അതെനിക്ക് ഞാൻ നെയ്ത്ത് ചെയ്ത് ഞാൻ 7th ഹെവനിലാണ് നിൽക്കണേ. ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്ത് അതിൻ്റെ കോസ്റ്റ്യൂംസ് തൊട്ട് ആർട്ട് തൊട്ട് ലൈറ്റിംഗ് തൊട്ട് ഡയറക്റ്റ് ചെയ്യുന്നു, കോറിയോഗ്രഫിയിൽ ഇൻവോൾവ് ആണ്, ഞാൻ പെർഫോം ചെയ്യുന്നു. എനിക്ക് ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് കിട്ടിയാൽ മതി. അതെനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഏരിയ ദിസ് ഇസ് വെരി സ്പെഷ്യൽ. സിനിമ ഇസ് വെരി വെരി സ്പെഷ്യൽ ടു മീ. അതൊരു വേറെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു മീഡിയമാണ്. നമ്മൾ പറയുന്നത് അതിൻ്റെ 10 മടങ്ങ് ഫോഴ്സിലൂടെ നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിൽ ആളുകളിലേക്ക് എത്തുന്ന വേറെ രീതിയിലുള്ള ഒരു ഓഡിയോ വിഷ്വൽ, വേറെ രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പ് ഉള്ള മില്യൺസ് ഓഫ് പീപ്പിളിലേക്ക് എത്തുന്ന അത്രയും സ്ട്രെങ്ത് ഉള്ളൊരു മീഡിയം. ആൻഡ് നമ്മുടെ മൈന്യൂട്ടസ്റ്റ് ഓഫ് ലൈക്ക് ഐ മൂവ്മെന്റ്സ് തൊട്ട് അങ്ങനെ നമുക്ക് സൂം ഇൻ ചെയ്ത് മൈക്രോസ്കോപ്പിക്കായി നമ്മളെ അടിമുടി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു മീഡിയം. ഐ എം ഫാസിനേറ്റഡ് ബൈ ഇറ്റ്. ഐ ലവ് പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ഇൻ മൈ കൺട്രോൾ. ആൻഡ് അവിടുത്തെ കോമ്പറ്റീഷൻ ആണെങ്കിലും അവിടെ ലൈക്ക് എവരിബഡി വാണ്ട്സ് ടു ബി ആൻ ആർട്ടിസ്റ്റ്, ആക്ടർ അല്ലേ? എല്ലാവരുടെയും ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണം. അത് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു കാലത്ത് ആഗ്രഹിക്കുന്നതാണ്. അന്ന് ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ഡാൻസർ ആവാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. സിനിമ സംഭവിച്ചതാണ് എൻ്റെ ലൈഫിൽ. ആൻഡ് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ. എനിക്ക് എല്ലാം ബോണസാണ്. എല്ലാം ഞാൻ ചെയ്ത എല്ലാ സിനിമയും എനിക്ക് ബോണസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നും 15 വർഷത്തിന് ശേഷവും ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഞാൻ എന്താ പറയുക, ഐ എം ടോക്കിംഗ് ടു യു
ദ ജേർണി സീംസ് ടു ബി ഇമ്പോർട്ടൻറ്റ് എനഫ് ടു ബി ഡിസ്കസ്ഡ് എന്ന് വേറൊരാൾ പറയാണല്ലോ എന്നോട്. ഐ എം ഗ്രേറ്റ്ഫുൾ. സത്യമായിട്ടും ഐ എം ഗ്രേറ്റ്ഫുൾ. ഞാൻ വളരെ ഐ ഹാഡ് എ വെരി ഡിപ്രസീവ് സ്റ്റേജ്. ഐ ഹാവ് ടേക്കൺ ഹെൽപ്പ്. എന്താ പറയുക, ഈ പറയുന്ന പോലെ വി ഹാവ് ഓൾ ഫൗണ്ട് അവർ തെറപ്പിസ്റ്റ്. എല്ലാവരും എന്താണ് എല്ലാ ഹെൽപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ പാരൻസിൻ്റെയും ഹെൽപ്പ് എടുത്തിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് ഹെൽപ്പ് എടുത്തിട്ടുണ്ട്, ഞാൻ ആഷിഖിൻ്റെ നിന്ന് ഹെൽപ്പ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ചുറ്റുള്ള മനുഷ്യരിൽ നിന്ന് സ്ട്രെങ്ത് എടുത്തിട്ടുണ്ട്, ഹെൽപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ ആദ്യം മുതലേ ഇങ്ങനെയായിരുന്നു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഐ ഹാവ് ഹാഡ് മൈ വെരി ഡിഫിക്കൽട്ട് ടൈം ഓൾസോ. പക്ഷെ ഐ എം സെയിങ് ഐ എം ഇൻ എ മച്ച് ബ്യൂട്ടിഫുൾ, മച്ച് ബെറ്റർ സ്പേസ് നൗ ബിക്കോസ് ഐ കൈൻഡ് ഓഫ് അണ്ടർസ്റ്റുഡ് ദാറ്റ് നമുക്ക് ദിസ് ഇസ് നോട്ട് ഇൻ ആർ കൺട്രോൾ. ആ മാനേജ്മെന്റ് ഓഫ് എക്സ്പെക്ടേഷൻസ് നടന്നിട്ടുണ്ട്. അത് മാത്രമേ മാറിയിട്ടുള്ളൂ. അതാണ് മാറിയത്. ഞാൻ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചോട്ടെ, ഈ ഡാൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ആ വഴിക്ക് അങ്ങ് പൊക്കോളും, അതുകൊണ്ടാണ്. കാരണം രണ്ടും പറ്റിയ ആൾക്കാരാണ്. ഈ ഡാൻസിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു ഫിസിക്കലായിട്ടുള്ളൊരു സംഗതി ഉള്ളതുകൊണ്ട് നമുക്ക് വേറൊരു തരത്തിലുള്ള ഹർഷമാണ് അതിനകത്ത് നിന്ന് കിട്ടുക. അതൊരു എന്തൊക്കെ തരത്തിലുള്ള റിലാക്സേഷനും ശരീരത്തിലും ഒക്കെ അതിൻ്റെ ഒരു റിലാക്സേഷൻ കിട്ടുന്നതാണ്. മറ്റേത് കുറച്ച് സ്ട്രെയിൻഡ് ആയിട്ടുള്ള പരിപാടിയായിരിക്കും, പക്ഷേ അത് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോഴായിരിക്കും നമുക്ക്, ഇല്ലെങ്കിൽ ഒരു ക്ലാപ്പ് കിട്ടുമ്പോഴായിരിക്കും നമുക്ക്. പക്ഷേ ഇതെന്ന് വെച്ചാൽ അത് ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ പ്രാക്ടീസ് ആണെങ്കിൽ പോലും നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നതാണ്. അപ്പം അത് കുറച്ചുകൂടി ഒരു ആശ്വാസം കിട്ടുന്ന, ഒരു ശ്വാസം വിടാൻ പറ്റുന്ന ഒരു പരിപാടിയല്ലേ? ഡെഫിനറ്റ്ലി. അതുപോലെ തന്നെയാണ് നമ്മുടെ അവിടുത്തെ ബോണ്ടിങ്ങും. ഇപ്പം നമ്മൾ ടച്ച് എന്നുള്ളൊരു, അതായത് ഇപ്പം നമുക്ക് ബാക്കിയുള്ള ആർട്ട് ഫോംസിൽ ഇല്ലാത്ത ഒരു എലമെൻറ്റും കൂടിയാണ് ഡാൻസിൽ. വി ആർ സോ ഇൻ ടച്ച് വിത്ത് ഈച്ച് അതർ. ലൈക്ക് ആ വിഷനും സ്മെല്ലും അതിൻ്റെ ഒപ്പം തന്നെ ടച്ചും കൂടിയുള്ള ഒരു സ്പേസാണ്. അത്രയും ബോണ്ടഡ് ആണ് ആസ് ഡാൻസേഴ്സ് ഞങ്ങൾ എല്ലാവരും. ആ ഒരു സെൻസ് ഓഫ് കളക്റ്റീവ് എനർജി, സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ, ദ ഗിവ് ആൻഡ് ടേക്ക്. ഇപ്പം നമുക്ക് ഡെഡ് ഫോൾ എന്ന് പറയും. നമ്മൾ ലൈക്ക് ബാക്കിലേക്ക് വീഴും. വി ആർ ട്രസ്റ്റിംഗ് ദി അതർ ടു ഡാൻസേഴ്സ് ദാറ്റ് ദേ വിൽ ഹോൾഡ് അസ്. ദാറ്റ് ഈസ് ആൻ എക്സസൈസ് വി ഡു. അങ്ങനത്തെ ട്രസ്റ്റിൽ നിന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതൊരു വേറെ ലോകമാണ്. അതിപ്പോ നമ്മളൊരു സ്ഥലത്ത് പെർഫോം ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി പോലെ തന്നെ. അവിടെ ലൈറ്റ്, സൗണ്ട്, ഇവന്റ് ആളുകള്, ബാക്ക് സ്റ്റേജ്, ലൈക്ക് ദർ ഈസ് വൺ ഹോൾ ഇൻഡസ്ട്രി ഓഫ് ആർട്ടിസ്റ്റ് വർക്കിംഗ് ഇൻ ദാറ്റ് ഫീൽഡ്. അതൊരു വേറെ ലോകമാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു തിയേറ്ററിൽ ഇറങ്ങി അത് വേറൊരു സ്ക്രീനിലൂടെ കണ്ട് ആളുകൾ ഒരു വലിയൊരു ഒരു ആളുകളിലേക്ക് എത്തുമ്പോൾ, ഇതിപ്പോൾ ഒരു 10 പേർക്ക് നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതേ ഇൻറ്റൻസിറ്റി നമുക്കിവിടെ കിട്ടും. 10 പേരേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഡയറക്റ്റാണ്. ആ എനർജി എന്ന് പറയുന്നത് അത് വേറെ തന്നെ. ഈ നമുക്ക് എത്ര സൂം കോളിലിരുന്ന് മീറ്റിംഗ് ചെയ്താലും ഫേസ് ടു ഫേസ് ഇരുന്ന് ഒരു മീറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നമുക്കറിയാലോ. ആ മനുഷ്യർ തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ നമുക്ക് എത്ര ട്രോള് കിട്ടിയാലും ഒക്കെ നമുക്ക് നേരിട്ട് ആളുകൾ കാണുമ്പോൾ നമ്മളോട് എന്താണ് അവർ പറയുന്നത്, അവർ തരുന്ന എനർജി എന്താണ്, അവർ നമ്മളെങ്ങനെ കാണുന്നതെന്ന് നമുക്കറിയാം. ഇപ്പൊ ഇവിടെ മുഖമില്ലാത്ത എത്ര പേര് എന്ത് പറഞ്ഞാലും നമ്മൾ ഏശില്ലാതെ കാരണം. അതൊക്കെ ഈ ട്രോളിനെ കുറിച്ച് പറയുമ്പോൾ പൊരിച്ച മീന് ഒരു തരത്തിൽ കുട്ടികൾക്ക് വീട്ടിൽ പോയിട്ട് മാതാപിതാക്കളെ ട്രോളാനുള്ള ഒരു സാധ്യതയായിട്ട് ഉപയോഗിച്ചില്ല. അതാണ് അതിന്റെ വിജയം. അതായത് നമ്മൾ ഈ കാലഘട്ടത്തിലും ഇത് പറയേണ്ടി വരുന്നതിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അതെ, അവർക്ക് എളുപ്പത്തിൽ അടിക്കാൻ പറ്റി. വെറുതെ ഇരുന്ന് മർമർ ചെയ്താലും മതി. ചിലപ്പം ആക്ച്വലി ആ വീട്ടിൽ അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ ഒരു ചിരി പടർത്താൻ അത് നിങ്ങളുടെ ഒരു ഭാഗ്യമല്ലേ? ഡെഫിനറ്റ്ലി. ഇപ്പൊ ഞാൻ എപ്പോഴും പറയും ഷമ്മി ഹീറോഡ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇച്ചിരിയായിട്ട് പേട്രിയാക്കലായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ ഷമ്മി കളിക്കണ്ട എന്ന് പറയുമ്പോ ഈസിയായി, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഈസിയായി. അതുപോലെ ഒരു മെറ്റഫർ ആയി എന്നുണ്ടെങ്കിൽ വേറെ എന്ത് വേണം? എത്ര ട്രോൾ കിട്ടിയാലും ഇതിന്റെ തട്ട് താഴ്ന്നിരിക്കും. പക്ഷെ അതിലൊരു ആ കാലഘട്ടത്തിൽ എനിക്ക് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്, ശരിക്കും ബുദ്ധിജീവികൾ അത് ഏറ്റെടുക്കുകയോ അത് തമാശയായിട്ട് പലരും ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബുദ്ധിജീവികൾ ശരിക്കും ആ സാഹചര്യത്തിൽ അത് ഏറ്റെടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ജെൻഡറിനെ ശരിക്കും അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ മടിക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ട് അത് ജെൻഡർ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വലിയ ആൾക്കാരാണ്, ടോപ്പാണ്. പക്ഷെ ജെൻഡറിൽ നമ്മൾ ഇപ്പോഴും വന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ച
ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇടത് ബുദ്ധിജീവികളുടെ കാര്യത്തിൽ പോലും ഈ ജെൻഡറിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേണ്ടത്ര എക്യുപ്ഡ് അല്ല. അവിടെ നമ്മൾ നമ്മുടെ പഴയ അവിടേക്ക് തിരിച്ചു പോകും. അത് പക്ഷെ ഇപ്പൊ നമ്മൾ ജപ്പാനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് അല്ലെ? ഏറ്റവും ക്ലെൻലിനെസ്, ഏറ്റവും ടോപ്പ് ലെവൽ ടെക്നോളജി, എല്ലാ രീതിയിലും ടോപ്പ് മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ. പക്ഷേ ഇറ്റ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് പേട്രിയാർക്കൽ സൊസൈറ്റീസ് ഇൻ ദ വേൾഡ്. അതേപോലെ തന്നെയാണ് സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിലെ മ്യൂസിക് ഇപ്പോൾ K-pop ആണെങ്കിലും അതെ, K-drama, നമ്മുടെ പിള്ളേര് പോലും അത് നോക്കി കാണുന്നത് അവരിലേക്കാണ്. അവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഒരു കൊറിയൻ റൈറ്ററിനാണ്. അവരുടെ കോസ്മെറ്റിക്സ്, എവറിത്തിങ് കൊറിയ ഇസ് ടോപ്പ് നമ്പർ 1. പക്ഷേ ഏറ്റവും പേട്രിയാർക്കൽ ആയിട്ടുള്ള സൊസൈറ്റിയാണ്. എനിക്ക് അതുപോലെ തന്നെ തോന്നും ഇപ്പൊ കേരളം എല്ലാത്തിലും നമ്പർ 1 ആണ്. ജെൻഡറിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഡൗറി ഡെത്ത്സ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് വേറെ സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ. പക്ഷെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസിൽ പോലും ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിച്ചു പോയിട്ട് അവിടെ ട്രോമയുണ്ട് അല്ലെങ്കിൽ അവിടെ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട് എന്ന് പാരൻസിനെ വിളിച്ച് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാം, അതായത് കല്യാണം കഴിഞ്ഞാൽ നിന്റെ വീടല്ല ഇത് എന്നുള്ള ഒരു പേട്രിയാർക്കൽ സിസ്റ്റം ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സൊസൈറ്റിയാണ് നമ്മൾ എന്നുള്ളത് എനിക്ക് അൺബിലീവബിൾ ആണ്. പെൺകുട്ടികൾ ദേ decide to kill themselves rather than go back to their own home, to their own parents, because ഇതൊരു സ്റ്റിഗ്മയാവും എന്ന് വിചാരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും ഫോർവേഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ അതേ സ്റ്റേറ്റിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ജെൻഡർ എന്നുള്ളൊരു സംഭവം എത്ര ഇല്ല എന്ന് പറഞ്ഞാലും എൻ്റെ അടുത്തൊക്കെ നിങ്ങൾ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നവര് അത് കാണാതെയോ അറിയാതെയോ ഒന്നുമല്ല, എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. പക്ഷെ ആ ഡിനയൽ മോഡാണ് അവർക്ക് എളുപ്പം. അവരുടെ എക്സിസ്റ്റൻസിന് അത് എളുപ്പമായതുകൊണ്ട് അവരത് ഡിഫ്ലക്റ്റ് ചെയ്യുകയാണെന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുള്ള സ്ത്രീകൾ ആണ് ഇന്ന് കേരളത്തിലുള്ളതെന്നുള്ളത് വളരെ ഹോപ്പ്ഫുൾ ആണ്. അതെനിക്ക് ഭയങ്കര ഹോപ്പ്ഫുൾ ആണ്. ദാറ്റ് ദ വിമൻ ഹാവ് അൺകോഡഡ് ദ സിസ്റ്റം, ദേ ഹാവ് കൈൻഡ് ഓഫ് അണ്ടർസ്റ്റുഡ് ദ സിസ്റ്റം. അതായത് നാത്തൂൻ പോരും അമ്മായിമ്മ പോരും, 2 മല ചേർന്നാലും 4 മുല ചേരില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് കണ്ടീഷൻ ചെയ്ത് എന്തോ പെണ്ണുങ്ങൾ തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞ സ്പേസിൽ നിന്ന് പെൺകുട്ടികൾ നല്ല രസമുള്ള സിസ്റ്റർഹുഡും നല്ല ഫ്രണ്ട്ഷിപ്സും നല്ല രസമുള്ള കളക്റ്റീവ്സും ഫോം ചെയ്ത് തമ്മിൽ സംസാരിച്ച് നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ ഒന്നാണ്, നമ്മളിതിനെ ഒരുമിച്ച് നമുക്കിതിന് അഗെൻസ്റ്റ് ആയിട്ട് സംസാരിക്കണം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് ഇന്നത്തെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിലെനിക്ക് ഭയങ്കര ഹോപ്പുണ്ട്. അടിപൊളി. പക്ഷേ ചില സമയത്തൊക്കെ ഇപ്പോൾ മാധവിക്കുട്ടി പോലും എഴുതുന്ന സമയത്ത് ശക്തമായി എഴുതുകയും നമ്മളതൊക്കെ വായിച്ച് ഇൻസ്പയർഡ് ആവുകയും എന്നാൽ അവരോട് നേരിട്ട് പോയി വ്യക്തിപരമായി ചോദിക്കുമ്പോൾ ഇതൊന്നും അങ്ങനെയൊന്നും അല്ലടാ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവിടെ നമ്മളുണ്ടല്ലോ ഇവരുടെ ക്യാരക്ടേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് പോയിട്ട് നമ്മൾ പെട്ടുപോകില്ലേ, ആ ഒരു തുടർച്ചയില്ലേ, അതിപ്പോഴും ആ തുടർച്ച ഇനി ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയ്യോ, അത് എനിക്കും ഭയങ്കര, അതായത് അവരുടെ എഴുത്തിലും അവർ, പക്ഷെ റിയൽ ലൈഫിൽ പോലും അവരൊരു വൾണറബിൾ ആയിട്ടുള്ള ഒരു കാമുകി എന്നുള്ള സ്പേസിലാണ് അവരത് അങ്ങനെ ആവുന്നത് എന്നുള്ളത് നമുക്ക് പാവം, ഐ മീൻ ഇന്നസെൻസും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അവരാ സ്നേഹത്തിന്റെ മുന്നിലാണല്ലോ അവരങ്ങനെ തോറ്റു കൊടുക്കുന്നത്. അതിലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷെ ചില സ്പേസിലൊക്കെ നമ്മൾ അതുകൊണ്ടല്ലേ, അതായത് നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രിയിൽ ചില കാര്യങ്ങൾ പറയുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു ദുരനുഭവം പിന്നെ ഫൈറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ഒരു കാലം, വലിയ കാലമാണ്, 10 വർഷമൊക്കെ ആയിരിക്കും ഫൈറ്റ്. അപ്പോൾ അവർ ഇൻഡസ്ട്രിയിൽ എവിടെ ആവുമായിരുന്നു എന്നുള്ളത് ആലോചിക്കുക. ആ സ്പേസ് ഒക്കെ കളഞ്ഞിട്ടാണ് അവരിത് പിടിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തിന്റെ കേടായിരുന്നു എന്നുള്ള ആൾക്കാർ ചോദിക്കുന്ന ചോദ്യവും കൂടെ, അതെ, ചോദിക്കുന്ന ചോദ്യവും കൂടെ കവർ ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും പ്രായം, ഇത്ര ക്യാരക്ടേഴ്സിനെ, ഇവിടുത്തെ ഒരു കൾച്ചറൽ ഒരു ഇതിനകത്തായിരിക്കുമല്ലോ നമുക്ക് ക്യാരക്ടേഴ്സ് കിട്ടേണ്ടത്. പിന്നെ പോയിട്ട് നമ്മൾ പുതിയത് നമ്മൾ മേക്ക് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ അഭിനയിക്കാൻ എന്ന് പറയുന്നത്. അതൊരു ക്രൈസിസ് അല്ലേ എന്നുള്ളതാണ്. ക്രൈസിസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ നമ്മൾ പറയുന്നത് ഇവിടെ നമുക്ക് വേണ്ട ക്യാരക്ടേഴ്സ് ഇല്ല, നമുക്ക് കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ ഇല്ല, ഇത് വളരെ മെയിൽ ഗേസിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് വീണ്ടും സെയിം സാധനങ്ങൾ ആര് വന്ന് അഭിനയിച്ചാലും കുഴപ്പമില്ലാത്ത കുറേ റോൾസ്. അപ്പൊ അതിന്റെ ഭാഗമായി നിൽക്കുന്നതാണോ അതോ
പുതിയൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതാണോ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് സംതൃപ്തി തരിക. ഈവൻ ക്രിയേറ്റിംഗ് എ ന്യൂ സ്പേസ്, ഈ ഇടികളും ഈ അറ്റാക്കുകളും ഇതൊക്കെ തരണം ചെയ്ത് നമ്മൾ ആ പ്രോസസ്സില്ലേ, അതും പുതിയതല്ലേ, അതും പുതുമയാണ്, അതുണ്ടാക്കുന്ന പുതിയൊരു സ്പേസാണ്, അതും ക്രിയേഷനാണ്, അതും ആർട്ട് തന്നെയാണ്. അതിന് രസമുള്ളൂ, മറ്റേത് ബോറടിയാ. ഈ എനർജി ഇല്ലേ, ഈ എനർജി എപ്പോഴും ഉണ്ടാവും. ഇത് ഒട്ടുമില്ലാത്ത ദിവസങ്ങളുണ്ട്, പക്ഷെ കൂടുതലും ഇതാണ്. ബിക്കോസ് അതിന്റെ ചുറ്റുള്ള മനുഷ്യരും അങ്ങനെയാണ്. എന്റെ മാമാങ്കത്തിലെ ഫ്ലോറിൽ ഞാൻ എയറിൽ നിന്നാലേ ഇവരുടെ ഒപ്പം എത്തുള്ളൂ. എന്റെ പിള്ളേർ ഒരു രക്ഷയില്ലാത്ത പിള്ളേരാ, ഭയങ്കര ടാലന്റഡ്, വെരി സ്മാർട്ട്, ഗോ ഗെറ്റേഴ്സ്. അപ്പൊ നമ്മള് അങ്ങനെ നിക്കണം, കട്ടക്കി നിന്നാലേ പിടിക്കാൻ പറ്റുള്ളൂ. ഈ നിങ്ങളുടെ സൗന്ദര്യത്തെ പലപ്പോഴും എക്സ്പ്ലോർ ചെയ്യുമ്പോഴും ഈ ശബ്ദം ശരിക്കും ഹസ്കി ആവുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് നിങ്ങൾ കാമുകിയായിട്ട് ഇപ്പൊ സംസാരിക്കുകയാണെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമുണ്ട്, ഹസ്കിനെസ് ഉണ്ട്. ഇത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്ന ഒരു പടം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എനിക്ക് നല്ല താല്പര്യമുണ്ട്, നിങ്ങൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ആ ഹസ്കിനെസ് ഇല്ലേ, അത് പൂർണ്ണമായി എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം. റീമ ഇതൊക്കെ ആവുമ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളുടെ വോയിസ് ആണ് കേട്ടോ. കാരണം അത് ശരിക്കും നമ്മൾ, അതായത് വ്യത്യസ്തമാണെന്ന് നമ്മൾ വെറുതെ തമാശയ്ക്ക് പറയുന്നതല്ല, ഇതിൻ്റെ ഡയമെൻഷൻസ് എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. എവിടെയൊക്കെയോ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇവര് അതിനകത്ത് പ്ലേസ് ചെയ്യാൻ പോകണ്ടല്ലോ, കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ. താങ്ക്സ് ടു ശ്യാം സർ. അതെ 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 അതെ. എനിക്ക് എൻ്റെ ഫസ്റ്റ് ഫിലിമില് എനിക്ക് അപ്പോൾ ആൻഡ് ഓൾസോ ഡ്യൂറിങ് മിസ് കേരള ഞാൻ ശരിക്കും ഞെട്ടിയ കാര്യമാണ്. മിസ് കേരളയ്ക്ക് മിസ് വോയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺടെസ്റ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഡിയോ മാംഗോയിൽ പോയിട്ട് നമ്മൾ ഇന്റർവ്യൂസ് എല്ലാവരും റെക്കോർഡ് ചെയ്തിട്ട് ആളുകൾ വോട്ട് ചെയ്യും, എന്നിട്ടാണ് മിസ് വോയിസ്. അത് ബിക്കോസ് ശബ്ദം മാത്രമല്ലേ അവർ കേൾക്കുന്നുള്ളൂ, അവരാളെ കാണുന്നില്ലല്ലോ വോട്ട് ചെയ്യുമ്പോൾ. എന്നിട്ട് എനിക്ക് മിസ് വോയിസ് കിട്ടി. അപ്പൊ കൊള്ളാലോ, ബിക്കോസ് എൻ്റെ ഒരു കിളിനാഥമല്ലാതെ എനിക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ സിനിമയിൽ വരുമ്പോഴും ഞാൻ വിചാരിച്ചു സാറ് വേറെ ആരെങ്കിലും കൊണ്ട് ഡബ് ചെയ്യിക്കുന്നത്. സാറ് വാസ് വെരി ക്ലിയർ that I want you to I was like okay. അപ്പോൾ ആ മാറ്റത്തിന്, അതാ ഞാൻ പറഞ്ഞത്, ആ മാറ്റത്തിന്റെ ഒക്കെ ഭാഗമാവാൻ കഴിഞ്ഞതാണ് എൻ്റെ ഭാഗ്യം. ആ കറക്റ്റ് ശ്യാം സാറിന്റെ കയ്യിലും ലാൽ സാറിന്റെ കയ്യിലും ആഷിഖ്, അങ്ങനെ കറക്റ്റ് ഡയറക്ടേഴ്സ് ആ സമയത്തും അവര് ചിന്തിച്ച സിനിമകളും എല്ലാം ഭയങ്കര ഒട്ടും പ്ലാൻഡ് അല്ല എൻ്റെ സിനിമ ജോലി. അതുകൊണ്ട് ആഷിഖ് അബു എന്ന് പറയുന്ന ഡയറക്ടറെ കുറിച്ച് കൂടെ പറയൂ. ഭർത്താവിനെ നമുക്ക് പിന്നെ പറയാം, കുറച്ച് കുറ്റം പറയാം. അതെ, ഡയറക്ടറെ നിങ്ങൾ വിമർശിക്കാം. അതെ, അതങ്ങനെ ശരിയായില്ല, ഇതിങ്ങനെ ശരിയായില്ല. ഞാൻ ഇടയ്ക്ക് ആക്ച്വലി വിമർശിക്കാറുണ്ട്. ഈ വൈറസ് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് അതൊരു വ്യത്യസ്തമായ മേക്കിംഗ് ആണ്. അതിന്റെ ടെമ്പോ ചിലപ്പോൾ ജഡ്ജ്മെന്റ് അവർക്ക് കിട്ടില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ജഡ്ജ്മെന്റ് കിട്ടില്ല. എഡിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ജഡ്ജ്മെന്റ് കിട്ടും. ആ സമയത്തുള്ള ജഡ്ജ്മെന്റിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കും. അയ്യോ, ആ സമയത്തൊക്കെ വൈറസ് ഒക്കെ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ള വർക്ക്. എനിക്ക് ഇടുക്കി ഗോൾഡ് ആഷിക്കിന് ഭയങ്കര ഇഷ്ടമുള്ള വർക്കാണ്. അപ്പൊ ഇഷ്ടപ്പെടാത്ത പറയാം, അതാണല്ലോ വാർത്ത. ഇഷ്ടമില്ലാത്ത പക്ഷെ ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു ക്രിയേറ്റീവ് ക്രിറ്റിസിസം, ബിക്കോസ് ഐ എം എൻ ആക്ടർ. ആഷിഖ് gives way too much freedom to his artists എന്ന് എനിക്ക് തോന്നുന്നു. ആക്ടേഴ്സ് എസ്പെഷ്യലി ലൈക്ക് വളരെ ചെറിയ ബ്രീഫാ കൊടുക്കുക, വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ബ്രീഫ്. അപ്പൊ ചില ആളുകൾക്ക് അത് ഭയങ്കര വർക്കാവും. എന്നെ പോലെ ഒരാൾക്ക് കുറച്ചും കൂടെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെ അഡ്രസ് ചെയ്യില്ല ആസ് എ ഡയറക്ടർ. അത് നീ നോക്ക്, ഇത് ചെയ്യേ, എന്നിട്ട് എനിക്ക് തോന്നുന്നു അത് ദിലീഷ് പോത്തനും കുറെ ആഷിഖിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടെ ആർട്ടിസ്റ്റുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, കുറച്ചും കൂടെ ഇൻപുട്ട് വേണം നിങ്ങളുടെ വിഷയം. ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, തടസ്സപ്പെടുന്നതിന് ക്ഷമിക്കുക. ഡയറക്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ലേ ആഷിഖ് ഭാര്യ, നിങ്ങൾ ടോവിനോട് അങ്ങനെ ഞാൻ പറയുന്നത് ഹാവ് ഫൺ വിത്ത് ദം, കുറച്ചും കൂടെ പറ. അപ്പൊ ആഷിഖ് പറയുന്നത് ഞാൻ അവരുടെ പ്രോസസ്സിൽ ഇടപെടരുത്, നമ്മൾ ഇവര് ട്രെയിൻഡ് പ്രൊഫഷണൽ ആക്ടേഴ്സ് ആണ്, ഞാൻ എന്ത് പറയാനാണ് ഇവരുടെ അടുത്ത് നല്ലതാണ് ആഷിഖിന്റെ സ്റ്റാൻഡ്. പക്ഷെ എനിക്കറിയാം ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ പറയാണ്, ആസ് എൻ ആക്ടർ എന്റെ ഡയറക്ടറോട് ഞാൻ പറയാണ്, ഐ വുഡ് ലൈക്ക് യു ടു ഗിവ് മീ മോർ ഇൻപുട്ട്. അതായത് ഇപ്പൊ ഒരു ഷോട്ട് കഴിഞ്ഞാൽ ലൈക്ക് എന്താണ് അത് വർക്കായത്, വർക്കാവാത്തത് എന്തെങ്കിലും നമുക്കൊന്നും കൂടെ ലൈക്ക് അങ്ങനെ ഭയങ്കര
സ്പോണ്ടേനിയസ് ആയിട്ട് ആർട്ടിസ്റ്റുകൾ തരുന്നത്, ഐ തിങ്ക് ഹി ഹാസ് ഹിസ് ഓൺ ടെക്നിക് ഫോർ ഇറ്റ്, ബിക്കോസ് ഇത്രയും പടായല്ലോ, ഐ എം ഷുവർ ഇറ്റ് ഹാസ് ഓൾ വർക്ക് ഫോർ ഹിം. അപ്പോൾ ഹി ഹാസ് ഹിസ് ഓൺ വേ വിത്ത് ഇറ്റ്. പക്ഷേ ഐ വിഷ് ഹി ഗിവ്സ് ഹിസ് ആക്ടേഴ്സ് മോർ ടൈം ആസ് എ ഡയറക്ടർ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് നമ്മുടെ പടം വിട്ടുപോകുന്നു. തിയേറ്ററിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് സജിൻ, ഇത് കാണുന്ന സജിൻ എന്ത് രസമായിരിക്കും. ഞാൻ രജനീഷിനോട് നേരത്തെ പറഞ്ഞതാ അപ്പോൾ ശരിക്കും ഈ സിനിമയിൽ ഇപ്പം നിങ്ങൾ നേക്കഡായിട്ട് അഭിനയിക്കുന്ന സ്പേസിൽ ചർച്ച എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ നേക്കഡായിട്ട് അഭിനയിച്ചു എന്നുള്ളത്. സത്യത്തിൽ ഇവിടെ നമ്മൾ ചില സമയം പരിശോധിക്കുന്ന സമയത്ത്, ഈ അടുത്ത് ഞാൻ ഹെൽത്ത് മിനിസ്റ്ററെ കാണുമ്പോൾ ഒരു വിമൻ ആൻഡ് ചിൽഡ്രൻ മിനിസ്റ്റർ കൂടെയാണല്ലോ വീണ ജോർജ്, ചൈൽഡ് അബ്യൂസിനെ കുറിച്ചുള്ള എൻ്റെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ഒരു 5 പേരൊക്കെ വന്ന് അച്ഛനോ കൊച്ചച്ഛനോ ഒക്കെ 10 പേരോളം സംസാരിച്ചിട്ടുണ്ട്, അച്ഛനോ കൊച്ചച്ഛനോ ഒക്കെ പീഡിപ്പിച്ചവർ. അപ്പം നമ്മൾ ഈ നേക്കഡായിട്ടുള്ള ഒരു വിഷ്വൽ കാണുന്ന സമയത്ത് നമ്മുടെ പ്രതികരണവും നമ്മുടെ ഒരു സാംസ്കാരിക സമൂഹത്തിൻ്റെ ഞെട്ടലും ഒക്കെ കുടുംബത്തിനകത്ത് നടക്കുന്ന ചൈൽഡ് അബ്യൂസാണ് ഇതൊക്കെ. അതായത് കുടുംബത്തിനകത്തെ ചൈൽഡ് അബ്യൂസും നടക്കുള്ളൂ. 99% ചൈൽഡ് അബ്യൂസ് നടക്കുന്ന കുടുംബത്തിലാണ്. അപ്പം നമ്മുടെ ഈ ഞെട്ടൽ എന്ന് പറഞ്ഞാൽ എത്രമാത്രം സ്യൂഡോ ആണെന്നുള്ളതും ഈ ചൈൽഡ് അബ്യൂസിന്റെ റേറ്റ് എടുത്ത് നോക്കുമ്പോൾ വേറെ ഒരു കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരല്ല, ഇല്ലെങ്കിൽ നമ്മൾ ഫാമിലി ഫ്രണ്ട് ആയിരിക്കണം, അത്രയും ക്ലോസ് ആയിട്ട് ഈ കുട്ടി ട്രസ്റ്റ് ചെയ്യണം ഏതെങ്കിലും ഒരു ലെവലിൽ. ഇതിന്റെ ഇത് ഭയങ്കര കോൺട്രഡിക്ഷൻ ആണ്. ഈ ഒരു സ്യൂഡോ ആയിട്ടുള്ള സാധനം നമ്മൾ എന്ന് മാറുമെന്ന് എനിക്കൊന്നും ഒരു പിടിയില്ല കേട്ടോ. എന്താണ് റിമേഡ് അതിനകത്തുള്ള അഭിപ്രായം? ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഡോണിന്റെ പടം കണ്ടിരുന്നോ? ഇല്ല, സോറി. അതൊരു എക്സലന്റ് ടേക്ക് ഓൺ ദിസ് പെർട്ടിക്കുലർ. എനിക്ക് അതിലൊരു റോൾ ഉണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാനിതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആദ്യം എനിക്കിത് അയച്ചു തന്നിട്ട് ഞാനിത് ഒറ്റരിപ്പിന് വായിച്ചിട്ട് ഇറ്റ് ഹിറ്റ്സ് യു. അത് വിനയ് ഫോർട്ടാണ് ചെയ്തിട്ടുള്ളത്. ഐ എം ഷുവർ ഹി വുഡ് ഹാവ് ഡൺ എ ബ്രില്യൻറ്റ് ജോബ് ഓഫ് ഇറ്റ്. അതായത് ഈ പറയുന്ന പോലെ ഒരു ഫാമിലിയുടെ ഉള്ളിലാണ് നടക്കുന്നത് ഇതെല്ലാം. എന്നിട്ട് അവസാനം ഈ പറയുന്ന ഈ സെൻട്രൽ പ്രൊട്ടാഗനിസ്റ്റ് തന്നെയാണ് ഇതിലത്തെ സെക്ഷൽ ആയിട്ട് അബ്യൂസ് ചെയ്യുന്ന ആൾ അവസാനം ഫാമിലി ഇതെല്ലാം കൂടി മൂടി പൊതച്ച് അയാളെ പള്ളിയിലച്ഛനാക്കുകയാണ്. എന്നിട്ട് പള്ളിയിലച്ഛനാക്കിയിട്ട് ഏതോ ഒരു സ്കൂളിന്റെ തലപ്പത്ത് കൊണ്ടിരുത്താണ് ഈ ചൈൽഡ് അബ്യൂസറിനെ. അതാണ് ആ ട്രാജക്ടറി ആ സിനിമയുടെ. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ സൊസൈറ്റി. അതായത് ഇപ്പം ഈവൻ വിത്ത് എ മീ ടു മൂവ്മെന്റ്, ഒരു സ്ത്രീ പറയുമ്പോൾ ഇതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ സൊസൈറ്റി സ്ക്രാമ്പിൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അതിശയാവുമല്ലോ. അതേപോലെ തന്നെയാണ് ലൈക്ക് യു നോ ഹൗ ഇതെന്തോ സംഭവിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ ആളുകൾ കാണിക്കുന്ന ആ എഫേർട്ട് ഇട്ടാൽ മതി ഇത് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ എംപവർ ചെയ്യാനോ അവയർനെസ്സിനോ. അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് യു നോ ഒരു ഓൾ ഓഫ് അസ് നമ്മുടെ സോള് കൊണ്ട് നടക്കുന്ന ഒരു ടൂൾ എന്നുള്ള സ്പേസിലേക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എനിക്കത് കമ്മ്യൂണിക്കേഷന് ഞാൻ യൂസ് ചെയ്യുന്ന ടൂളാണ്. ഒരു ഡാൻസർ എന്നുള്ള രീതിയിലും ഞാൻ അങ്ങനെയാണ് അതിനെ പാകപ്പെടുത്തുന്നതും. ഞാൻ എന്ത് കഴിക്കുന്നു എന്നുള്ളത് പോലും, എൻ്റെ ഡയറ്റ് പോലും ലൈക്ക് എൻ്റെ ടൂളാണിത്. ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടൂളാണ് എൻ്റെ ബോഡി. അതിപ്പോൾ പ്രൊഫഷണൽ എന്നുള്ള സ്പേസിൽ മാത്രമല്ല, ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഐ ഷുഡ് ബി ഫിസിക്കലി ഫിറ്റ്. ഐ ഷുഡൻറ്റ് ഫോൾ സിക്ക്. എനിക്കത് ഭയങ്കര പ്രയോറിറ്റിയാണ്. എനിക്ക് പ്രായമാവുമ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ബി ഡിപ്പെൻഡൻറ്റ് ഓൺ പീപ്പിൾ. എനിക്ക് പരമാവധി ആരും ബുദ്ധിമുട്ടിക്കാതെ കടന്നു പോകണമെന്നുണ്ട്. അപ്പോൾ ഐ ഷുഡ് ലിവ് എ ഹെൽത്തി ലൈഫ്. അങ്ങനെ പല തലങ്ങളിൽ ഞാൻ എൻ്റെ ബോഡിയെ കാണുന്നതും സമീപിക്കുന്നതും വളരെ റെസ്പെക്റ്റോടു കൂടിയും അതിനെ ലൈക്ക് യുനോ അതിനെ സെക്ഷലൈസ് ചെയ്യുമ്പോൾ എനിക്കുണ്ടാവുന്ന എഫക്റ്റ് അത് അരോചകമാവുന്നതും അതുകൊണ്ടാണ്. ഞാൻ അത്രയും റെസ്പെക്റ്റ്ഫുള്ളിയാണ് ഞാൻ എൻ്റെ ബോഡിയെ കാണുന്നതും ട്രീറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ അതിനെ ഒരു സെക്ഷൽ ഒബ്ജക്റ്റായി മാത്രം, അതായത് ഒരു ഒബ്ജക്റ്റിഫിക്കേഷനിലേക്ക് പോകുമ്പോഴും അബ്യൂസ് എന്നുള്ള സ്പേസിലേക്ക് പോകുമ്പോഴും ഒരു അൺവാണ്ടഡ് ടച്ച് അല്ലെങ്കിൽ ഒരു ലുക്ക് ഒക്കെ നമ്മളെ എത്രത്തോളം ഡിസ്കംഫർട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഇതിലെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹൗ ഡിവൈൻലി ഐ ലുക്ക് അറ്റ് ഇറ്റ് അതർവൈസ്.
എസ്തറ്റിക്കലിയും ഡെമോക്രാറ്റിക്കലിയും നമുക്ക് എന്ന് ശരീരത്തെ, ഇപ്പോൾ പെൺ ശരീരത്തെ ആണും ആൺ ശരീരത്തെ പെണ്ണും ഒക്കെ നോക്കി കാണുന്നൊരു നമ്മുടെ എന്താ പറയുക എന്നുള്ളതാണ്. എന്നുണ്ടാവും എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളതാണ് ഇതിനകത്തൊക്കെ എന്തുകൊണ്ടാണ് സൗന്ദര്യം കാണാൻ ആളുകൾക്ക് പറ്റാത്തത്. നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരു കാര്യമല്ലേ ഒരു ശരീരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് തോന്നുന്ന ഏറ്റവും വലിയ അട്രാക്ഷൻസിൽ ഒരു കാര്യമായിട്ടുള്ളൊരു കാര്യത്തെ നമ്മളെല്ലാവരും സെക്ഷൽ ബീയിങ്സ് ആണ്. അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ള 7 ബില്യൺ മനുഷ്യർ ഉള്ള പോപ്പുലേഷനുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ നമ്മൾ എന്തിനാണ് അതിനെ എന്തിനാണ് നമ്മൾ ഈ തടയാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഡെമോക്രാറ്റിക്കലി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ അസോഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ പോലും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. നമുക്ക് ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കും, പക്ഷെ അവർക്ക് അത് ആവശ്യമാണ്. അവരുടെ ജനാധിപത്യത്തെ നമ്മൾ സംരക്ഷിക്കാൻ അവർക്ക് അത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചേ പറ്റൂ. കാരണം അവർ പഠിച്ചിട്ട് കാര്യമില്ല. സ്പ്രെഡ് ചെയ്യാം, ശരിയാണ്, പക്ഷെ നമ്മളാണ് ശരിക്കും പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഡ്രൈവിംഗ് പോലുള്ള പ്രോസസ്സാണ് സത്യത്തിൽ അവിടെ സംഭവിക്കേണ്ടത്. കാരണം നമ്മൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കേണ്ടത് അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, അത് ഭയങ്കര ഒരു സാധനം. പക്ഷെ നമ്മളൊന്നും എസ്തെറ്റിക്കലി ഇതിനെ നോക്കിക്കാണാൻ നമ്മൾ പഠിക്കലാണ് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ബിക്കോസ് ഇത്രയും കാലം നമ്മുടെ ചുറ്റുപാടുകൾ മാത്രമാണല്ലോ കാണുന്നത്. സഡൻലി നമ്മുടെ ഒരു പുതിയ ജനറേഷൻ ജനിച്ചു വീഴുന്നത് തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ രീതിയിലുള്ള വിഷ്വൽസും എന്താ പറയുക കൾച്ചേഴ്സും അവിടെ നടക്കുന്നതും എല്ലാം കണ്ടാണല്ലോ അവിടെ നിന്നാണ് തുടങ്ങുന്നത് തന്നെ. അത് ഭയങ്കരമായിട്ട് കാര്യങ്ങളെ മാറ്റുന്നു തോന്നുന്നു എനിക്ക്. ആൻഡ് ദേ ആർ മച്ച് മോർ ഓപ്പൺ. വെൻ ഐ ലുക്ക് അറ്റ് എ ജെൻ സി ടുഡേ ഓർ എ ജെൻ ആൽഫ ആഫ്റ്റർ ദാറ്റ്, ഇപ്പം പുതിയത് ചെറുതുകളൊക്കെ കൃത്യമായിട്ട് ആഷിക്കിൻ്റെ അവൾക്ക് എത്ര 5 വയസ്സായ നീസാണ്. അപ്പം എന്തോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ചെയ്യണ്ട എന്നവൾ വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. അതുപോലെ എനിക്ക് വിഷമായി, എനിക്ക് സങ്കടം വന്നു, എനിക്ക് അവർ ആർട്ടിക്കുലേറ്റ് ചെയ്യാണ് കൃത്യമായിട്ട്. അത് ആരിൽ നിന്നോ പഠിക്കുന്നുണ്ട് അവർ. അത് ചിലപ്പോൾ സോഷ്യൽ മീഡിയ എന്നായിരിക്കാം, അവിടെ നിന്ന് പൊട്ടയും എല്ലാം പഠിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഇതും പഠിക്കുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് അവരുടെ കാഴ്ചകൾ കുറച്ചും കൂടെ വൈഡറാണ്, അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് ഒരു വലിയ ഒരു ഹോപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് വെൻ ഐ ഇന്ററാക്ട് വിത്ത് ദ ന്യൂ ജനറേഷൻ ആ ചേഞ്ച് കാണുന്നുണ്ട് പല രീതിയിലും. ഭയങ്കര ഹോപ്പ്ഫുൾ ആണ് ആ രീതിയിൽ. ഈ ഭാർഗവി നിലയത്തിലെ ഇപ്പോൾ നീലവെളിച്ചം പുറത്തേക്ക് വരുമ്പോൾ ആ ഭാർഗവി അല്ല പുതിയ ഭാർഗവിയെ നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിനകത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിന് കുറച്ചൊരു തയ്യാറെടുപ്പ്, ഇപ്പം അതിൻ്റെ വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. 2 സിനിമയും തമ്മിൽ ചില സ്ക്രിപ്റ്റിങ്ങിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോക്കസിൽ നിങ്ങൾ വർത്താനം പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ സീൻസ് എഴുതി വരുമ്പോൾ തന്നെ ഇത് നാടകീയമാകുന്നതിൻ്റെ, അതായത് ഇത് വേറൊരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ഒരു അതിൻ്റെ ആ മീറ്ററും അത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള പണ്ടത്തെ സിനിമയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള മീറ്ററും എല്ലാം നോക്കുമ്പോൾ വേറൊരു കാലഘട്ടത്തിന്റെ ഒരു ചൊവയുണ്ടല്ലോ അതിന്. പ്രസന്റേഷൻ വൈസ് ഒരു തിയേറ്ററിക്കൽ സ്പേസിന്റെയും ലാംഗ്വേജിന്റെയും എല്ലാം ഡിഫറൻസസ് ഉണ്ട്. അത് വേണ്ടാന്ന് നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. നമുക്ക് ഇന്നത്തെ ഒരു ഓഡിയൻസിലേക്ക് നമ്മൾ ഇത് പറയുമ്പോൾ ആ നാടകീയത എല്ലാം ഒഴിവാക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. പക്ഷെ എന്നാലും ഇപ്പൊ ബഷീറിന്റെ ഒരു കൃതിയാവുമ്പോൾ ചില വാക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുണ്ടായിരുന്നു. അത് പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു റോഷനാണ് അത് ഏറ്റവും, റോഷനും ടൊവിക്കും. ബിക്കോസ് ആ ചില ഡയലോഗ്സ് നമുക്ക് മാറ്റാനേ പറ്റാത്ത കുറേ ഡയലോഗ്സ് ഉണ്ട്, ചില വാക്കുകൾ ബഷീറിന്റെ. നമുക്കത് അതാണ് അതിന്റെ ഭംഗി. അപ്പൊ അവരാണ് എന്നെക്കാളും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത്. സ്ട്രഗിൾ ചെയ്യല്ല, അവര് ആ കറക്റ്റ് റെൻഡിഷൻ അവർക്കാണായിരുന്നു അത് കൂടുതൽ ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് ആക്ച്വലി എൻ്റെ അടുത്ത് അത് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തോളാൻ തന്നെയാണ് പറഞ്ഞത്. ആൻഡ് ആ ട്രൂവസ്റ്റ് സെൻസിൽ ഒരു ലവർ എന്നുള്ള സ്പേസിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ആ പെയിൻ എന്നുള്ള സ്പേസിൽ നിൽക്കുമ്പോഴും ഉണ്ടാവുന്ന ആ ഇൻറ്റൻസിറ്റിയിൽ നിന്ന് വരുന്ന പ്രൊനൗൺസിയേഷൻസും റെൻഡിഷനും തന്നെ മതി എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, കമ്പയർഡ് ടു ടോബി ആൻഡ് റോഷൻ ഇൻ ദാറ്റ്. ബിക്കോസ് അവര് ബഷീറിന്റെ തന്നെ വേരിയേഷൻസ് ആണല്ലോ അതിൽ കാണിക്കുന്നത്. അപ്പൊ അവർക്ക് ആ അത്രയ്ക്ക് ഒരു
സ്പേസ് ഉണ്ടായിരുന്നില്ല. ദേ ഹാഡ് ടു ബി വിത്തിൻ ദാറ്റ് കൺസ്ട്രെയിന്റ്. നീലത്താമരയും നിദ്രയും അതേപോലെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഓ സത്യം, അത് ഭയങ്കര ഒരു ഭാഗ്യം. വേറെ കുറച്ച് പേര് ചെയ്തു വെച്ചിട്ട് നമ്മൾ റീമേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ചില അപകടങ്ങളും ഉണ്ട്. റീമേക്കിനെ നമ്മൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അന്ന് കണ്ടത് തന്നെ നമുക്ക് അതാണ് നല്ലത് എന്ന് പറയും. അങ്ങനെ ഒരു നറേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അത് മറികടക്കേണ്ടതുണ്ട്. പക്ഷെ എങ്കിലും അതിനകത്തൊക്കെ അഭിനയിക്കാൻ കഴിഞ്ഞതിലൊരു രസമില്ലേ? പിന്നെ നമ്മൾ 3 ചെയ്തു, വേറെ ആൾക്കാർ ചെയ്തു വെച്ചത്. ഓ അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ പണ്ടത്തെ പടം കണ്ട് അതുപോലെ എന്നുള്ളത് നമ്മൾ 3 സിനിമകളിലും അത് ചെയ്തിട്ടില്ല. അത് കൃത്യമായി വേറെ ഡയറക്ടറിന്റെ വിഷനായിട്ട് തന്നെ നമ്മൾ പുതിയ ഒരു വർക്ക് ഓഫ് ആർട്ട് എന്നുള്ള രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ 3 പ്രാവശ്യവും നമ്മളത് അപ്രോച്ച് ചെയ്തത്. ബിക്കോസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പണ്ടത്തെ കഥയാണെങ്കിലും നമ്മൾ പറയുന്നത് ഈ സമയത്താണ് എന്നുള്ളത് കൂടെ കണക്കിലെടുത്തിട്ടാണ് എപ്പോഴും നമ്മൾ വർക്ക് ചെയ്തത്. അതിന് പിന്നെ ലാൽ ജോസ് സാർ ആണെങ്കിലും സിദ്ധാർത്ഥ് ആണെങ്കിലും ആഷിഖ് ആണെങ്കിലും ദേ വർ വെരി ക്ലിയർ. അതാണല്ലോ അതിൻ്റെ അടിസ്ഥാനം. അവർക്ക് കൃത്യമായ ഐഡിയ ഉണ്ട് അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. ആൻഡ് എന്നാൽ ഇവരെല്ലാവരും നമുക്ക് നമ്മുടേതായ ഫ്രീഡം തരുന്ന ഡയറക്ടേഴ്സുമാണ്. എക്സ്പ്ലോറേഷൻസിലേക്ക് പോകാനായിട്ട് ആൻഡ് എവിടെ ക്യാപ്പ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയാനുമുള്ള ക്ലാരിറ്റി ഉള്ള ഡയറക്ടേഴ്സ് ആണെന്നുള്ളത് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന് അതുണ്ടായിട്ടുണ്ട്. ഈ തിയേറ്റർ കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഇതിൻ്റെ നറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിൽ ഒന്നിനെയും ഡയറക്ടറോ റൈറ്ററോ പിന്തുണയ്ക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് വിട്ടു തരുന്നു, ഇതാണ് സംഭവം, ഇതാണ് കാര്യം, ഇതാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അയാളത് പറയാനും ശ്രമിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്നുള്ളത്. അതായത് മിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അത് നമ്മൾ ഫിലോസഫിക്കലി ആണ് അതിനെ സമീപിക്കേണ്ടത്. ആ ഫിലോസഫി എങ്ങനെയാണ് യാഥാർത്ഥ്യം എന്നുള്ളത് കറക്റ്റായിട്ട് അതൊരു മിത്താണ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ എന്താ പറയുക എഡിറ്റിംഗ് പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് തോന്നിപ്പോവും ഇത് കാണുമ്പോൾ. അതെ, അയ്യോ ആശ്വാസം, അല്ല അത് പറഞ്ഞില്ലല്ലോ, ജഡ്ജ്മെന്റിലായില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. ഈ 22 ഫീമെയിൽ കോട്ടയം ഇതേപോലൊരു മാർക്കായിരുന്നു ശരിക്കും. അവിടെ നിന്നിട്ട് പിന്നീട് ആഷിഖ് അബു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്താണ്, റിമ കല്ലിങ്കൽ എന്താണെന്ന് പുനർവിചിന്തനം നടത്തിയിട്ടുള്ള ഒരു സ്പേസാണ് 22 ഫീമെയിൽ കോട്ടയം. ഋതു വരുന്നത് ഇതേപോലെയായിരുന്നു. ഋതു ഒരു പുതിയ സിനിമയായിരുന്നു. അന്ന് ചില മൂമെന്റ്സ് തന്നെ നമുക്ക് ശ്യാം സാർ വെക്കുന്ന സമയത്ത് ഓ ഇത് പുതിയതാണ്, നമുക്കതൊക്കെ അനുകരിക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ. ഇതൊരു ഭയങ്കര രസമുള്ള പ്രോസസ് അല്ലേ? ഋതു നമുക്ക് സംസാരിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഋതു ഞാൻ അത്രയും കൊതിയോടുകൂടി ഇപ്പോഴും കാണുന്നതാണ്. നിങ്ങളെല്ലാം ഭയങ്കര എങ്ങായിരുന്നു, ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ഭയങ്കര ഭാഗ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഋതു എന്ന സിനിമ വെച്ച് തുടങ്ങാൻ പറ്റി എന്നുള്ളത് ഈ ജേർണി. അതായത് ഒരു ഒട്ടും കൺവെൻഷണൽ അല്ലാത്തൊരു സെറ്റായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വേറെ ഒരു മലയാള സിനിമ സെറ്റും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒന്നാമത് എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. അതിൽ നമ്മൾ നേരത്തെ കാണുന്നു, നമ്മൾ നേരത്തെ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു, എല്ലാവരും തമ്മിൽ പരിചയമാവുന്നു, ഫ്രണ്ട്സ് ആവുന്നു, ഞങ്ങൾക്ക് ആക്ടിങ് ക്യാമ്പുകൾ തരുന്നു, സിനിമാറ്റോഗ്രഫി എങ്ങനെയാണ് സിനിമ ഷൂട്ട് നടക്കുന്നത്, എങ്ങനെയാണ് സീൻ ഡിവൈഡ് ചെയ്യുന്നത്, ഇതൊന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ ആ എഫേർട്ട് എടുക്കുകയാണ്. എന്തൊരു ബ്ലെസ്ഡ് ആണ് നമുക്ക് അങ്ങനെ തുടങ്ങാൻ പറ്റുക. എനിക്ക് എത്ര പേർക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഡേ ഷൂട്ടിന് പോകാന്ന് പറയുന്നത് ഭയങ്കര, ഇപ്പം പോലും ഒരു പുതിയ സിനിമയുടെ ഫസ്റ്റ് ഡേ ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ടെൻഷനും ആകെ തിക്കും തിരക്കും. ഫസ്റ്റ് സിനിമയുടെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയായിരിക്കും, ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടാവേണ്ട ഒരു സമയമാണല്ലോ. ഞങ്ങളെല്ലാവരും എന്ത് റിലാക്സ്ഡ് ആയിട്ടാണെന്നറിയുക സെറ്റിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത്രയും കോൺഫിഡൻ്റ് ആയിട്ട്, ബിക്കോസ് നമ്മുടെ സേഫ് ആയിട്ടുള്ള സ്പേസ് ആണ്. നമുക്ക് എന്തുണ്ടെങ്കിലും ശ്യാം സാറിനോട് പറയാം, എന്തുണ്ടെങ്കിലും സാറ് ഡീൽ ചെയ്യും, നമ്മളെ ഡയറക്റ്റ് ചെയ്യും. ശ്യാംദത്താണ് ക്യാമറ. ശ്യാംദത്ത് ഞങ്ങളുടെ കൂടെ ഒരാഴ്ച മുന്നേ വന്ന് ക്യാമറ എന്താ, ലെൻസിങ് എന്താണ്, ഫ്രെയിം എന്താണ് നമ്മളെ കാണിച്ചു തരും. ഹി വിൽ മേക്ക് എസ് ലുക്ക് ത്രൂ ദ ക്യാമറ. അത്രയും നമ്മളെ അക്ലമറ്റൈസ് ചെയ്യാണ് ഈ ഒരു പുതിയൊരു സ്പേസ്. നമുക്ക് പുതിയതായിട്ടേ തോന്നുന്നില്ല. നമ്മളെ 2 കൈയും നീട്ടി സ്വീകരിച്ച് നമ്മളെ കൈ പിടിച്ച് ഒപ്പം നടക്കുകയാണ്. ഇന്നും ഞാൻ സിനിമയെ സ്നേഹിക്കുന്നത് അവിടെ നിന്നുകൊണ്ടാണ്. അത് എനിക്ക് ശ്യാം സാർ തന്ന എന്താ പറയുക വരദാനം എന്നൊക്കെ പറയുന്ന പോലെ, ദാറ്റ് ഈസ് ഹിസ് ഒരു നെറുകയിൽ വെച്ച എനിക്ക് ആശീർവദിച്ച് തന്നത് അതാണ്. എനിക്കത് ഞാൻ എൻ്റെ ലൈഫ് മൊത്തം അത് ഐ വിൽ ബി ട്രൂലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് എന്ത് വന്നാലും സിനിമയെ ഞാൻ അവിടെ നിന്നിട്ടാണ് കാണുന്നത്. ഞാൻ
അത്രയും പാഷനേറ്റായിട്ട്, അത്രയും ഇപ്പോഴും അതേ വണ്ടറോടുകൂടി അത്രയും ക്യൂരിയസ് ആയിട്ട് ഞാൻ എൻ്റെ ആർട്ടിനെ കാണുന്നതിൽ ശ്യാം സാറിന് വലിയ പങ്കുണ്ട്, ആ സിനിമയ്ക്ക് വലിയ പങ്കുണ്ട്. നിങ്ങൾ തിയേറ്ററിനകത്ത് ആ രണ്ടുപേരും അവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ തീരുമാനിക്കുന്ന, രണ്ടുപേരും ഒറ്റയ്ക്ക് താമസിക്കാൻ തീരുമാനിക്കുന്ന ഒരു സ്പേസിൽ, കാരണം അത് നമ്മുടെ ഒരു ലാംഗ്വേജ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത്. ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞത്, അതൊരു ഡിസ്കഷൻ ആവണം. കാരണം ആ രണ്ടുപേരും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്പേസിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഒറ്റയ്ക്ക് തന്നെ താമസിക്കാമെന്ന് തീരുമാനിക്കുന്നത് തന്നെ കുറച്ചൊരു സ്വാതന്ത്ര്യം കൂടുതലാണ്. ഇപ്പം ഇടയ്ക്ക് റീമ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ കല്യാണം എന്ന് പറയുന്ന ഒരു ബോറൻ ഏർപ്പാടാണ് സ്ത്രീകളെ സംബന്ധിച്ച്. പുരുഷന്മാർക്ക് പ്രത്യേകിച്ച്, ആഷിക്കിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല എന്ന് പറയുന്നിടത്ത് കുറച്ചൊരു ഒരു തിരിച്ചറിവാണ്. അപ്പം ശങ്കരാടി ചോദിക്കും പോലെ അതിൽ എന്താ പറയാ, പ്രായശ്ചിത്തം ചെയ്തുകൂടെ എന്ന് ചോദിക്കും പോലെ ശങ്കരാരിയോട് ശ്രീനിവാസൻ ചോദിക്കില്ലേ, ആ നമ്മുടെ സന്ദേശത്തിനകത്ത്. അതുപോലെ പ്രായശ്ചിത്തം ചെയ്യണോ വേണ്ടെന്നൊക്കെയുള്ള അതൊക്കെ. പക്ഷേ അതിനകത്തൊക്കെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ എലമെന്റ് ഉണ്ട്. ഈ പെണ്ണുങ്ങളും അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ കുറച്ചുകൂടെ ഈ യാത്രയൊക്കെ പോയിട്ട്, ഈ റാണി പത്മിനി പറഞ്ഞതുപോലെ അത്തരം ഒരു സൗഹൃദത്തിലേക്ക് നമ്മൾ കുറേ കൂട്ടായ്മകളൊക്കെ വരുന്നുണ്ട്. ഇനിയുള്ളൊരു കാലത്തിന് കുറച്ചുകൂടെ ഈ മാരേജിന്റെ കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട്, അത് ഉണ്ടാക്കുന്ന കുറേ ദുരന്തങ്ങളുണ്ട്. ഒരുപക്ഷെ മറ്റൊരു ലോകം സാധ്യമാണെങ്കിൽ കുറച്ചുകൂടെ ഇതൊക്കെ കുറച്ചൊന്ന് ലൂസ് ആവാനും, ഇല്ലെങ്കിൽ ഇത് അബദ്ധം പറ്റിയാലും കുറച്ചൊക്കെ അബദ്ധം, ഒരു 10 വർഷത്തെ അബദ്ധം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാനൊക്കെ പറ്റുന്ന ഒരു സ്പേസിലേക്ക് വരില്ലേ? 100%. ഇപ്പൊ നിങ്ങള് നോക്കൂ ചുറ്റും എത്ര പേര്, ഐ മീൻ there is a huge number of people who don't want to get married. ലൈക്ക് അവർ ഭയങ്കര ക്ലിയർ ആണ് ആ കാര്യത്തിൽ. അതും ഇപ്പോൾ ഒരു 20s, അതായത് ബോധം വരുന്നതിന് മുന്നേ കെട്ടിച്ചയക്കാം എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതും ഇപ്പൊ പറ്റുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു പാരൻസും, അതായത് എന്തോ കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ഒരു പെൺകുട്ടിയുടെ എന്നുള്ള സ്പേസിൽ നിന്നൊക്കെ മാറി തോന്നുന്നു എനിക്ക്. അതായത് മാറി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അറ്റ്ലീസ്റ്റ് എൻ്റെ പാരൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിരുന്നു ആ കാര്യത്തിൽ. ലൈക്ക് യുനോ, മാരേജ് വാസ് നോട്ട് ദെയർ പ്രയോറിറ്റി വെൻ ഇറ്റ് കെയിം ടു മീ. പക്ഷെ ഞാൻ നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. അതായത് ഇപ്പോൾ ഇന്നത് ചെയ്യണം എന്ന് ഇല്ലെങ്കിൽ പോലും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം, വെറുതെ ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോയി എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള മെസ്സേജ്. അപ്പോൾ അതിലേക്ക് കുറേ കൂടി ഫാമിലീസ് വരുന്നുണ്ട്, പാരൻസ് വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് കുട്ടികൾ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഹു ഹാവ് മണി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് കൃത്യമായ എഡ്യൂക്കേഷൻ കിട്ടിയൊരു ജനറേഷനാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ജോലികളുണ്ട്, അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക്, അപ്പോൾ കാശല്ല പ്രശ്നം. അതായത് നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾ എന്നെ നോക്കണ്ട, നിങ്ങൾ എന്നെ നന്നായി പ്രേമിക്കണം. ബിക്കോസ് നിങ്ങൾ മേടിച്ചു തരുന്ന ഗിഫ്റ്റുകൾക്കോ, നിങ്ങൾ തരുന്ന പ്രൊട്ടക്ഷനോ, സെക്യൂരിറ്റിയോ, വീടോ, കാറോ, ഇതൊക്കെ ഞങ്ങൾക്ക് ഇപ്പം ഉണ്ട്. ഇത് ഞങ്ങൾ പണിയെടുത്ത് ഉണ്ടാക്കിക്കോളാം. എനിക്ക് വേറൊരു മനുഷ്യനിൽ നിന്ന് വേണ്ടത്, എൻ്റെ പാർട്ട്ണറിൽ നിന്ന് വേണ്ടത് സ്നേഹവും പ്രേമവും റെസ്പെക്റ്റും. ലൈക്ക് യുനോ, രാത്രി എവിടെയെങ്കിലും നന്നായി പോയി പ്രേമിക്കാനോ, നമുക്ക് അതിനാണ് കൂട്ട് വേണ്ടത്. അപ്പൊ അവിടെ കുറച്ച് പണിയെടുക്കേണ്ടി വരും തോന്നുന്നു എനിക്ക്. ഇടയ്ക്ക് ഉണ്ണിമായോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ പ്രേമത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് ഈ പ്രണയം നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നമാണ്, ഒരു ടാസ്ക്കാണ്, വലിയൊരു ടാസ്ക്കാണ് പ്രണയം. പക്ഷെ നമുക്ക് തോന്നുന്ന പ്രണയം അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടായിരിക്കും നിലനിർത്താൻ ഇത്രയും ടാസ്ക് എടുക്കേണ്ടി വരുന്നത്? അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരുമിച്ച് ജീവിക്കുന്നതാണ് പ്രശ്നം എന്നാണ്. നമുക്ക് രണ്ടുപേർക്കും കൃത്യമായ സ്പേസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്രിക്ഷൻ ആണല്ലോ. രണ്ട് മനുഷ്യരാണോ ഫ്രിക്ഷൻ ഉണ്ടാവും. അത് ആരാണെങ്കിലും ഉണ്ടാവും. നമ്മൾ സ്വന്തം അച്ഛനമ്മയോടും എല്ലാവരോടും ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ആരോടെ ഫ്രിക്ഷൻ ഇല്ലാത്തത്? പക്ഷെ നമ്മളാരും ഇവരുടെ കൂടെ അല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. ഇറ്റ്സ് ഹ്യൂമൻ സൈക്കോളജി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആൻഡ് ഓൾസോ ദിസ് ഹോൾ കോൺസെപ്റ്റ് നോ, ഇത് ലൈഫ് ലോങ് മറ്റേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ബോക്സ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾ എന്തുണ്ടെങ്കിലും ഓക്കെ ലൈഫ് ലോങ് ആ ഒരു പരിപാടിയിൽ കുടുങ്ങി പോകുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതൊന്ന് അഴിച്ചു വിട്ടാൽ തന്നെ പകുതി പ്രശ്നം തീരും. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ലൈഫ് ലോങ് എന്നല്ല, നിങ്ങൾ നന്നായി പണിയെടുത്താൽ ഞാൻ നന്നായി പണിയെടുക്കാം. എന്ത് പ്രേമിക്കുന്നത് ലൈക്ക് യുനോ രണ്ടുപേരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ലെറ്റ് us ഓൾസോ എക്സ്പ്ലോർ ഓൾ ഫെസറ്റ്സ് ഓഫ് our ലൈഫ്സ്. നമ്മൾ ഇത് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതം, നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട്. എല്ലാം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു
ഈ പല ഡയറക്ഷനിൽ പോയി പല എക്സ്പീരിയൻസസ് കഴിഞ്ഞ് പുതിയ ഒരാളായിരിക്കും. നമ്മളും പല എക്സ്പീരിയൻസ് കഴിഞ്ഞ് നമ്മളും പുതിയ, അപ്പം അതിനൊരു പുതുമയുണ്ട്. അല്ലാതെ ഇവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അറിവുള്ളത് പറയണ കേൾക്കണ കേട്ടാ. ഈ അറിവുകളൊക്കെ നിങ്ങൾ ശേഖരിച്ച് വെക്കണം, എന്നിട്ട് ഇതൊക്കെ പ്രയോഗത്തിൽ വരുത്തണം. ഇല്ലെങ്കിൽ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ജീവിക്കേണ്ടി വരും. ആവശ്യമില്ല നമുക്ക്. പക്ഷെ ഈ തുരുത്ത്, തിയേറ്ററിലെ തുരുത്ത് ശരിക്കും ആവശ്യമുള്ളൊരു തുരുത്താണ്. അതുകൊണ്ട് ആ തുരുത്ത് നിങ്ങൾ എന്തായാലും പോയി കാണണം. പക്ഷെ റിമ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കണം. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ റിമയ്ക്കൊപ്പമാണ്. അപ്പോൾ നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. അളിയ സൂപ്പർ ആയിരുന്നു. താങ്ക് യു സോ വെരി മച്ച്.